ഹലോ ഹായ് നമസ്കാരം. ഈ വീഡിയോ ഒരല്പം നീളക്കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, 2024 എന്ന് പറയുന്ന ഒരു വർഷമുണ്ടല്ലോ, ഈ വർഷത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഞാൻ എയറിൽ പോയി എന്ന് ബാക്കിയുള്ളവർ പറയുകയും എനിക്ക് ഫീൽ ചെയ്യുന്നതുമായിട്ടുള്ള സിറ്റുവേഷൻസിനെ നമ്മളൊന്ന് നോക്കി കാണുകയാണ്. ഞാൻ ലിസ്റ്റ് ചെയ്തത് പ്രകാരം എനിക്കൊരു 9 സിറ്റുവേഷൻസ് കിട്ടിയിട്ടുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നു, അതിനെതിരെ ഒരു മാസീവായിട്ടുള്ള ഒരു വിമർശനം വരുന്നു, ഒരുപാട് ആളുകൾ വിമർശിക്കുന്നു. അപ്പോൾ നമ്മൾ എയറിൽ പോയി എന്ന് പറയുന്നൊരു പ്രയോഗം അവിടെ കൊണ്ടുവരുന്നു. ഇതിൽ ചില സിറ്റുവേഷൻസ് ഒന്നും നമ്മളെ ബാധിക്കില്ല. അതായത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയും, പക്ഷേ നമുക്കൊരു വിഷയമായിരിക്കില്ല. അപ്പോൾ ആരെങ്കിലും നമ്മളോട് പറയടാ നീ ഇപ്പോൾ എയറിലാണല്ലോ എന്നുള്ളത്. അതേപോലെ ചില സിറ്റുവേഷൻസിൽ നമുക്ക് തന്നെ മനസ്സിലാവും കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള ചില ന്യായങ്ങൾ പറയാനുണ്ട്. ചിലത് സാഷ്ടാംഗം സ്വീകരിക്കല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. ചിലതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമുക്ക് തന്നെ ഒന്ന് റീചെക്ക് ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത് ഒരല്പം കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്, ക്ഷമിക്കുക. എന്തായാലും വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ആളുകളോടൊരു നന്ദി പറയുകയാണ്. ഓരോ സിറ്റുവേഷൻസിലും, കാരണം ഈ എയറിൽ പോകുക എന്ന് പറയുന്ന അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. ഒരുപാട് പേര് വിമർശിക്കും. ചിലത് എയറിൽ പോകലായിരിക്കില്ല, പക്ഷേ കമൻറ്റ് ബോക്സിലൊക്കെ കണ്ടിന്യൂസ് വരുന്ന ചില നെഗറ്റീവായിട്ടുള്ള പ്രയോഗങ്ങളുണ്ട്. ഇതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും. നമ്മൾ ചിലപ്പോൾ ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് വരെ എടുക്കേണ്ട സിറ്റുവേഷൻസ് വരും. എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട്. ആൻഡ് അതൊരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ നല്ലതുമാണ്. നമ്മൾ ഗ്രോ ചെയ്യണം. ഓരോ സിറ്റുവേഷൻസിനെയും ഫേസ് ചെയ്ത് വരുമ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന എന്നിൽ നിന്ന് എനിക്ക് ഇന്നൊരു ഗ്രോത്ത് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചില സാധനങ്ങളൊക്കെ പോട്ട് പുല്ലെന്ന് വെക്കാൻ നമുക്ക് പറ്റുന്നു. പണ്ട് എനിക്ക് അങ്ങനെ പറ്റുമായിരുന്നില്ല. പക്ഷേ ഈ യാത്രക്കിടയിൽ എന്നെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മോനെ നമ്മളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് വിളിച്ച കുറേ ചേട്ടന്മാരുണ്ട്, കുറേ ചേച്ചിമാരുണ്ട്, കുറേ അമ്മമാരുണ്ട്, കുറേ സുഹൃത്തുക്കളുണ്ട്, പുതിയതായിട്ട് കിട്ടിയ കുറേ സുഹൃത്തുക്കളുണ്ട്, മച്ച കമ്പനി ആയിട്ടുള്ള കുറേ ആളുകളുണ്ട്. ഇതൊക്കെ എനിക്ക് കിട്ടുന്നു എന്നുള്ളതും ഞാൻ ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഘടകമായിട്ടാണ് കാണുന്നത്. അങ്ങനെ കൂടെ നിന്ന് എല്ലാവരോടും നന്ദി പറയുകയാണ്. അതിപ്പോൾ ഇൻഡസ്ട്രിക്ക് അകത്തു നിന്നും നമ്മൾ വിളിച്ച ആളുകളുണ്ട്. കാരണം ചില സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒരു വിവാദം ഉണ്ടായി, ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അതേ സിനിമയിലെ അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ആളുകൾ വിളിച്ചിട്ട് ഉണ്ണി വിഷമിക്കരുത്, നമ്മളൊക്കെ ഒപ്പം ഉണ്ട്, നമുക്കിതിപ്പോൾ അത് പബ്ലിക്കലി പറയാൻ പറ്റില്ല, പക്ഷേ നമ്മുടെ പ്രാർത്ഥനയും സപ്പോർട്ടും നിനക്കൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ച ആളുകൾ വരെയുണ്ട്. അവരോട് എല്ലാവരോടും എന്ന് വെച്ചാൽ വളരെ സീനിയർ ആയിട്ടുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ അങ്ങനെ എന്നെ വിളിച്ച് അവർക്കൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല, എന്നൊന്നും ആശ്വസിപ്പിക്കേണ്ട ഒരു ആവശ്യവും അവർക്കില്ല. പക്ഷെ അങ്ങനെ വിളിച്ച് സംസാരിച്ച് എല്ലാവരോടും ഒരു നന്ദി പറഞ്ഞിട്ട് 2024 എന്നെ എയറിൽ കയറ്റി വിട്ടവരോട് ഞാൻ എൻ്റെ നന്ദി പറയുകയാണ്. കാര്യം എനിക്ക് എന്നെ ഇമ്പ്രൂവ് ചെയ്യാനും എൻ്റെ മിസ്റ്റേക്സ് കുറേയൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇവരിൽ ഓരോരുത്തരും. അപ്പോൾ എല്ലാവരോടും നന്ദി പറഞ്ഞിട്ട് നമ്മൾ മെയിൻ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഈ വർഷം തുടക്കത്തിൽ, അതായത് 2024 ജനുവരി 5-ാം തീയതി രാസ്ത എന്ന് പറയുന്നൊരു സിനിമ റിലീസാവുന്നു. ആ സിനിമയെ കുറിച്ച് ഞാനൊരു റിവ്യൂ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. അന്ന് രാത്രി അതിൻ്റെ സംവിധായകൻ എന്നെ വിളിക്കുന്നു. അതിൻ്റെ ഫോൺ കോളും സംഭാഷണവും അതിൻ്റെ കേസ് അപ്ഡേറ്റും ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു വിവാദം ഉണ്ടായ സമയത്ത് 2 തരത്തിലാണ് ആളുകൾ റെസ്പോണ്ട് ചെയ്തത്. ഒന്ന്, ഇവൻ ഇത് കിട്ടിയാൽ പോരാ എന്ന് പറയുന്ന ആളുകളും. 2, ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല ഉണ്ണി നമ്മളുണ്ട് കൂടെ എന്ന് പറഞ്ഞ ആളുകൾ. ഇത് കൂടാതെ സംഭവിച്ച വേറെ ചില പ്രശ്നങ്ങളും കൂടി ഉണ്ടായിരുന്നു. നിങ്ങൾ മലൈക്കോട്ടെ വാലിബൻ്റെ എൻ്റെ റിവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഞാനൊരു ഹോട്ടൽ റൂമിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പൊതുവെ അങ്ങനെ ചെയ്യാറില്ല. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം കേസ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസുകാരൻ തന്നെ പറയുന്നത് ഒരുപാട് സീനിയർ അഡ്വക്കേറ്റ്സും കൊച്ചിയിലെ വളരെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ വിളിച്ച് ഇയാളുടെ ഭാഗമാണ് പറയുന്നത്, നീ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരി പോകുന്നതാണ് നല്ലത് എന്നൊക്കെ പോലീസുകാരൻ എന്നെ ഉപദേശിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോകാം എന്ന് തീരുമാനിച്ചു. അത് പോലീസുകാർ മുന്നോട്ട് നീക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ കോടതിയിൽ നേരിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ കോടതി ഈ പോലീസുകാരെ വിളിച്ചു വരുത്തി അവരോട് അത് പെട്ടെന്ന് ഡീൽ ചെയ്യണം എന്നൊക്കെ പറയുകയുണ്ടായി. അതിൻ്റെ തൊട്ടടുത്ത ദിവസം, അതായത് കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നു ഈ കേസ് എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോകണം ഇതിൻ്റെ അന്വേഷണം എന്നുള്ളത്, പിറ്റേ ദിവസം എന്നെ വളരെ പ്രധാനപ്പെട്ടൊരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നു. അപ്പോൾ എനിക്കെതിരെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. അത് സാമ്പത്തിക തട്ടിപ്പ് നടത്തി, അതായത് പൈസ വാങ്ങിച്ച് കബളിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു പരാതിയാണ് എന്നാണ് പറഞ്ഞത്. എനിക്ക് വേണമെങ്കിൽ എന്താണ് സാർ എന്നൊക്കെ ചോദിച്ച് നേരെ അവിടെ കയറി ചെല്ലാം. പക്ഷേ ഈ സാമ്പത്തിക കേസുകളിലൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 420 എന്ന് പറയുന്നൊരു വകുപ്പ്, ഇതെൻ്റെ വക്കീൽ പറഞ്ഞ് എനിക്കറിയാവുന്നൊരു കാര്യമാണ്. 420 എന്ന് പറയുന്നൊരു വകുപ്പ് പോലീസ് അതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ എന്നെ അപ്പം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി നേരെ റിമാൻഡിലാക്കാവുന്നതാണ്. പിന്നെ എനിക്ക് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടും. എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്, എൻ്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് നിരത്തി വെക്കണമെങ്കിലും നമ്മളിലുണ്ട് കാര്യം. നമ്മളങ്ങനെ പൈസ വാങ്ങിച്ച് ആരെയും പറ്റിച്ചിട്ടില്ല. അങ്ങനെ പറ്റിക്കാനും അതുപോലെ പൈസ വാങ്ങിച്ച് റിവ്യൂ ചെയ്യാനൊക്കെ ആണെങ്കിൽ എൻ്റെ അവസ്ഥ ഇതൊന്നും ആയിരിക്കില്ല. നമുക്ക് റിച്ചായിട്ട് ജീവിക്കാനുള്ള സാമ്പത്തികമൊക്കെ ഓഫർ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്, താരങ്ങളുണ്ട്, സിനിമകളുണ്ട്. 420 എന്ന് പറയുന്നൊരു വകുപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളിതിൽ ലോക്കാവും. കാര്യം എന്തായാലും പോലീസിനെ ഡയറക്റ്റ് അറസ്റ്റ് ചെയ്യാം. അതിനുശേഷം കോടതി പോയിട്ട് വേണമല്ലോ ജാമ്യം എടുക്കാൻ. ഇതിനിടയിൽ കുറേ ദിവസം കിട്ടും. ഇത് ഏതാണ്ട്, അതായത് മലൈക്കോട്ടെ വാലിബൻ്റെ റിലീസിൻ്റെ തലേ ദിവസമാണ് സംഭവിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമ്മളെ അകത്താക്കും എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു വിലപേശൽ നടത്താം. നീ ഈ കേസ് പിൻവലിച്ചിട്ട് മര്യാദയ്ക്ക് നിൻ്റെ വഴിക്ക് വെക്കോ എന്ന് വേണമെങ്കിൽ അവർക്ക് വിലപേശാൻ പറ്റും. അതല്ല ഞാനിതിനെ നേരിടാം എന്നൊക്കെ പറഞ്ഞ് നെഞ്ചും വിരിച്ച് നിന്ന് കഴിഞ്ഞാലും സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു റിമാൻഡോ മറ്റെന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പൈസ കിട്ടിയാൽ എന്ത് എഴുതുന്ന ചില പ്രമുഖ
പത്രമാധ്യമങ്ങളുണ്ട്, അവരെല്ലാവരും കൂടി എന്നെ ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസ് പ്രതിയാക്കി ഇങ്ങനെ ഘോരം വാർത്തകളൊക്കെ കൊടുത്തു എന്ന് വരും. ഇപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരാരും ഈ വാർത്തകൾ മാറ്റി കൊടുക്കാനൊന്നും പോകുന്നില്ല. ഉണ്ണിക്കെതിരെയുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസ് തെറ്റായിരുന്നു എന്ന് പറഞ്ഞ് ഇവരാരും വാർത്ത കൊടുക്കാൻ പോകുന്നില്ല. മാത്രമല്ല, ഞാൻ എൻ്റെ ഭാഗം ന്യായീകരിച്ചാൽ പോലും അത് കേൾക്കാനും ആളുകൾ കുറവായിരിക്കും. കാര്യം ഒരു വലിയ വിഭാഗം ആളുകളെ മെൻ്റലി സ്വാധീനിക്കാൻ ഈ മാധ്യമങ്ങൾക്ക് ഇപ്പോഴും കെൽപ്പുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ശരിക്കും എയറിലായിരുന്നു എന്ന് പറയാം. നല്ല ഓട്ടം ഓടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ എറണാകുളത്ത് നിന്ന് മംഗലാപുരം വരെ ഒറ്റ ഓട്ടമായിരുന്നു. പക്ഷേ അതിനുശേഷം ഇന്ന് ഈ ദിവസം വരെ ആ പരാതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി ഉണ്ട് എന്ന് പറഞ്ഞിട്ടോ എന്നെ ആരും ഇതുവരെ വിളിച്ചിട്ടില്ല. അത് നാട്ടുകാരെന്നെ എയറിലാക്കിയതോ അങ്ങനെയൊന്നുമല്ല. അദ്ദേഹം മാപ്പ് പറഞ്ഞു, ഒരു തെറ്റുപറ്റി എന്നുള്ളത് കൊണ്ടും പിന്നെ അതൊരു വികാരത്തിൻ്റെ പുറത്താണ്, നേരത്തെ ഒരു വികാരത്തിൻ്റെ പുറത്ത് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ മാപ്പ് കൊടുക്കാൻ അല്ലെങ്കിൽ അദ്ദേഹം മാപ്പ് പറയുമ്പോൾ അത് സ്വീകരിക്കുക എന്ന് പറയുന്നൊരു കാര്യം കൂടി എനിക്കുണ്ട്. നമുക്ക് ആരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഒരാളെ കോടതിയും കേസുമായിട്ട് അലയാൻ വിടുക എന്ന് പറയുന്നത് അതൊന്നും നമ്മുടെ ലക്ഷ്യമൊന്നുമല്ല. അങ്ങനെ നമ്മളെ, അതായത് യൂട്യൂബിൽ റിവ്യൂ ചെയ്യുന്ന ആളുകളെയൊക്കെ കോടതിയും കേസുമായി അലയാൻ വിടും എന്നുള്ള രീതിയിൽ കുറേ കേസ് കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ആളുകളുണ്ട്. ചില കേസുകളുണ്ട്, പ്രഥമ ദൃഷ്ടിയ തള്ളിപ്പോയ കേസുകളുണ്ട്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ വർഷം സംഭവിച്ചിട്ടുണ്ട്. എനിവേ, നമുക്കങ്ങനെ ഒരാൾ ഉപദ്രവിക്കുക എന്ന് പറയുന്ന ഉദ്ദേശമൊന്നുമില്ല. അദ്ദേഹം ഇനിയും ഗംഭീര സിനിമകളുമായിട്ട് വരട്ടെ, ആ സിനിമകളെക്കുറിച്ച് ഗംഭീരമായ അഭിപ്രായങ്ങൾ പറയാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ആ ഒരു കാര്യം സെറ്റിൽ ചെയ്തത്. പക്ഷേ രാവിലെ എണീറ്റ് എന്നെ വിളിക്കുന്ന എല്ലാ ആളുകൾക്കും ചോദിക്കാനുള്ള കേസിൻ്റെ കാര്യം എന്തായി, പ്രശ്നം എന്തായി, സോൾവ് ആയോ, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സിനിമാ മേഖലയിൽ നിന്ന് നമ്മളെ വിളിക്കുന്ന കുറേ ആളുകളുണ്ട്, ഇതെങ്ങനെ നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ മാപ്പ് പറഞ്ഞാൽ മതി എന്നുള്ളത് എന്നെ ആദ്യം വിളിച്ച ആളോടും ഞാൻ പറഞ്ഞതാണ്. അദ്ദേഹം തന്നെ ഏറ്റവും അവസാനം മുൻകൈ എടുത്തിട്ടാണ്. അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയുകയാണ് ആ പ്രശ്നം സെറ്റിൽ ചെയ്ത് തന്നതിന്. കാര്യം ഭയങ്കര ടോർച്ചറാണ്. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഒരാൾ തെറി വിളിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ ഒരു കേസ് കൊടുത്താൽ പോരെയെന്ന്. ഈ കേസ് കൊടുക്കൽ എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, ഒന്ന് കയ്യിൽ നിന്ന് നല്ലോണം പൈസ ഇറങ്ങും. നമ്മൾ കോടതി പോയി വക്കീൽ മറ്റു കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ ഈ സിനിമാക്കാരെന്ന് പറയുന്നത് പബ്ലിസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് പബ്ലിക് സപ്പോർട്ട് ഉണ്ട്. അതുകൂടാതെ വളരെ പ്രമുഖരായിട്ടുള്ള പ്രബലരായിട്ടുള്ള ആളുകളുടെ സപ്പോർട്ടുണ്ട്. അപ്പോൾ ഒരു വക്കീൽ ഈ കേസ് എടുക്കുക എന്ന് പറഞ്ഞാൽ ആ വക്കീലിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾ വരെയുണ്ട്. അതായത് എൻ്റെ കേസുമായി മുന്നോട്ട് പോയ വക്കീലിനെ സ്വാധീനിക്കാൻ ശ്രമിച്ച ആളുകൾ വരെയുണ്ട്. അപ്പോൾ ഇത്രയും സ്ട്രെസ്സാണിത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഇതൊക്കെയാണ് കേൾക്കുന്നത്. അവിടെ വരണം, ഈ പേപ്പർ സബ്മിറ്റ് ചെയ്യണം, പിന്നെ ഇങ്ങനൊരു കാര്യമുണ്ട്, അതെങ്ങനെ നമ്മൾ ചെയ്യണം, ഇങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നും എപ്പോഴും ഇത് തന്നെ സംഭവം. അത് നമ്മളെ ഭയങ്കരമായിട്ട് ബാധിക്കും. കാര്യം സിനിമ കണ്ട് ആസ്വദിച്ചിട്ട് ആ ആസ്വാദനത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയാമെന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന പണി. അപ്പോൾ ആസ്വദിക്കുക എന്ന് പറയുന്നൊരു കാര്യത്തിന് എൻ്റെ മനസ്സിനെ ഞാൻ അനുവദിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറേ കെട്ടുപാടുകളിൽ നിന്ന് രക്ഷപ്പെടേണ്ട ഒരു ആവശ്യമുണ്ട്. പരമാവധി അതിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ബാഡ് ബോയ്സിൻ്റെ ഇഷ്യൂ വന്ന സമയത്തും കുറേ ആൾക്കാർ പറഞ്ഞു നിങ്ങൾക്ക് കേസിന് പോകൂടെ. ഇത് ഭയങ്കര മെനക്കേടാണ്, ഒത്തിരി പൈസയും പോകും. എന്നിട്ട് ലാസ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എനിക്കൊരാളെ ഉപദ്രവിക്കാൻ പറ്റില്ല. എനിക്കൊരാളെ കോൺസ്റ്റൻ്റ്ലി പുറകെ നടന്ന് ടോർച്ചർ ചെയ്ത് ചില നടന്മാരൊക്കെ ചെയ്യുന്ന പോലെ പണ്ടെപ്പോഴും ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഓടി നടന്ന എല്ലാ ഇൻ്റർവ്യൂവിലും കുറ്റം പറയുന്ന പോലെ എനിക്ക് ഓടി നടന്ന് കുറ്റം പറയാനോ അല്ലെങ്കിൽ ഓടി നടന്ന ഒരാളെ ടോർച്ചർ ചെയ്യാനോ ഒരാളെ കോർണർ ചെയ്യാനൊന്നും പറ്റില്ല. അവരവരുടെ ജീവിതം ജീവിച്ചോട്ടെ, ഞാൻ എൻ്റെ ജീവിതം സമാധാനമായിട്ട് ജീവിക്കുന്നു എന്നുള്ള രീതിയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഒരുപാട് കയറി മാന്തി കഴിഞ്ഞാൽ ചിലപ്പം തിരിച്ചൊന്ന് തള്ളി മാറ്റിന്ന് വരും, അത്രേ ഉള്ളൂ. അതേ ഈ കാര്യത്തിലും ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതൊരു ഭയങ്കര പ്രോസസ്സാണ് എന്ന് കരുതി ഇനി ഇങ്ങനത്തെ പരിപാടി പിടിക്കില്ല എന്നല്ല, ഒട്ടും സഹിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത് ഞാൻ റിയാക്ട് ചെയ്തേ പറ്റുമെന്ന് എനിക്ക് തോന്നി കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ പുറകെ ഏതറ്റം വരെയും പോകും. പക്ഷേ ഇതൊരു ഭയങ്കര മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ വർഷത്തിൻ്റെ ഒരു പകുതിയോളം എന്നെ ഭയങ്കരമായിട്ട്, ഈവൻ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എണ്ണം കുറഞ്ഞു, ഞാൻ പോകുന്ന സ്ഥലങ്ങൾ, ആളുകൾ, കാണുന്ന ആളുകൾ, ഒത്തിരി കാര്യങ്ങളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു പോയ, ഭയങ്കര ഡൗൺ ആയി പോയൊരു സമയമാണ്. പക്ഷേ ആ സമയത്താണ് ഞാൻ ഈ പറഞ്ഞ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആളുകൾ വിളിച്ചിട്ട് ഉണ്ണി നമ്മളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുക. എനിക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ എനിക്ക് വാട്സപ്പിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ മെസ്സേജ് അയച്ച് നമ്മളൊക്കെ ഒപ്പം ഉണ്ട്, ടെൻഷൻ ആവരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഭയങ്കര ആശ്വാസമായിരുന്നു. പക്ഷേ നമ്മളൊരു എക്സ്റ്റേണൽ ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരെ നമ്മളത് കൊണ്ടെത്തിക്കും. ആ എയറിൽ നിന്ന് താഴെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ അടുത്ത ഫോൺ കോൾ എയർ വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഈ വർഷം രണ്ടാമത്തെ എൻ്റെ ഓൺ എയർ സഞ്ചാരം ആരംഭിക്കുന്നത് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്താണ്. അതിൽ ഡ്രൈവർ ചേട്ടൻ ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഖാലിദ് റഹ്മാനെ അറിയാത്ത ഇവനൊക്കെ ഇവിടുത്തെ റിവ്യൂവറാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എയറിലേക്ക് കയറ്റിവിട്ട പല വീഡിയോസ് ആണെങ്കിലും ട്രോളുകളാണെങ്കിലും പോസ്റ്റുകളാണെങ്കിലും ഡിസ്കഷൻസും ഒക്കെ സംഭവിച്ചത്. ഞാൻ ഒന്നാമത് ഈ സിനിമയുടെ ഒന്നും പ്രൊമോഷണൽ ഇൻ്റർവ്യൂസ് കുത്തിയിരുന്ന് കാണാറില്ല. ഖാലിദ് റഹ്മാൻ എന്ന് പറയുന്ന ആ സംവിധായകൻ്റെ വർക്കിനെ കുറിച്ച് നമ്മൾ വാദവരാതെ പൊക്കി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പുള്ളിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അതിപ്പം എന്തിപ്പോൾ ചെയ്യാൻ പറ്റുക. പുള്ളി അതിനു മുമ്പും പല സിനിമകളിലും മുഖം കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അതൊരു മഹാപാപമായിട്ടോ അല്ലെങ്കിൽ ഒരു പൊറുക്കാൻ പറ്റാത്ത തെറ്റായിട്ടോ ഞാൻ മനസ്സിലാക്കുന്നില്ല.
കാരണം നമ്മൾ സംസാരിക്കുന്നത് സിനിമയുടെ ഒരു ഓവറോൾ ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുമ്പും ശേഷവും വന്നിട്ടുള്ള എത്രയോ സിനിമകളിൽ വളരെ ചെറിയ വേഷം ചെയ്തിട്ടുള്ള ഒറ്റ സീനിലൊക്കെ മിന്നി മറിഞ്ഞു പോയിട്ടുള്ള എത്രയോ ആളുകളെക്കുറിച്ച് നമ്മൾ എടുത്തു പറഞ്ഞിരിക്കുന്നു. അവർ ഗംഭീരമാണ്, അവരിനിയും നല്ല വേഷങ്ങൾ കിട്ടിയാൽ പൊങ്ങി വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ എന്നെ വിളിച്ച ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് കേട്ടോ. നിങ്ങൾ അന്നൊരു വീഡിയോയിൽ എന്നെക്കുറിച്ച് പറഞ്ഞത് എനിക്ക് കുറേ ബൂസ്റ്റ് ആയിട്ടുണ്ട്, എനിക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്, നമ്മളെയൊക്കെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെ എടുത്ത് പറയുന്നുണ്ടല്ലോ. കാര്യം ഒരു സിംഗിൾ വേഷം ചെയ്യുന്ന ഒറ്റ സീനിലൊക്കെ വന്നു പോകുന്ന ഒരാളെ സംബന്ധിച്ച് അയാളെക്കാൾ കുറച്ചും കൂടി ആളുകളിലേക്ക് എത്താവുന്ന ഒരു പോപ്പുലർ ഫിഗർ എൻ്റെ സബ്സ്ക്രൈബർ കൗണ്ടിലുണ്ട്. ഞാൻ അയാളെക്കാൾ മികച്ചത് എന്ന അർത്ഥത്തിലല്ല പറയുന്നത്, കുറച്ച് കൂടുതൽ ആളുകളിലേക്ക് ഇയാളെ സിനിമ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോ എന്ന് പറയാൻ അയാളുടെ തുടക്കകാലത്ത് എനിക്ക് പറ്റും. അയാൾ വളർന്ന് പടർന്ന് പന്തലിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിൽക്കും. നമുക്കത് സന്തോഷം അഭിമാനമുള്ള കാര്യമാണ്. കഴിവുള്ളവൻ വളർന്നു വരണം, കഠിനാധ്വാനം ചെയ്യുന്നവൻ രക്ഷപ്പെടണം. അതൊരു ആഗ്രഹമാണ്. എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നൊന്നുമില്ല, പക്ഷേ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രതീക്ഷയും അതാണ്. നമ്മൾ പണിയെടുക്കും, നമ്മളൊന്ന് രക്ഷപ്പെടണം എന്ന് പറയുന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ. അതുപോലെ അവരൊക്കെ രക്ഷപ്പെടണം നമുക്കും ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, അതിൻ്റെ പേരിൽ എന്നെ വിളിച്ച് പരിചയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അവരിൽ തന്നെ പലരും പിന്നീട് ഗംഭീര വേഷങ്ങളൊക്കെ ചെയ്തിട്ടുമുണ്ട്. അന്നൊന്നും ഉണ്ണി ഇവരെയൊക്കെ എടുത്ത് പറയുന്നുണ്ടല്ലോ, റിവ്യൂവിൽ ഇവരൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ എന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഖാലിദ് റഹ്മാനെ തിരിച്ചറിയാതായി പോയതാണ് മഹാബാബു ആയത്. ഞാനത് ന്യായീകരിക്കുകയൊന്നുമല്ല. ഖാലിദ് റഹ്മാനെ കണ്ടിട്ട് ചിലപ്പോൾ അയാളെ ഞാൻ തിയേറ്ററിൽ വെച്ച് കണ്ടിട്ടുണ്ടാവും ഈ സിനിമയുടെ റിലീസ് സമയത്ത്. എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പോൾ വനിതാ തിയേറ്ററിൽ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് വളരെ ഹിറ്റായിട്ടുള്ള സിനിമകളുടെയൊക്കെ തിരക്കഥാകൃത്തുകൾ വന്ന് ഷെയ്ക്കാൻ വന്നിട്ടുണ്ട്, സംവിധായകന്മാർ വന്ന് ഷെയ്ക്കാൻ വന്നിട്ടുണ്ട്. അവർ ഷെയ്ക്കാൻ വന്നിട്ട് എൻ്റെ പേര് ഇന്നതാണ്, ഇന്ന സിനിമ സംവിധാനം ചെയ്തതെന്നും കൂടി പറയുമ്പോഴാണ് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ മനസ്സങ്ങനെ ഈ പേരുകൾ ഓർത്തിരിക്കുക അല്ലെങ്കിൽ ആളുകളുടെ മുഖങ്ങളെ കൃത്യമായി ഓർത്ത് വെക്കുക എന്ന് പറയുന്നൊരു രീതിയിൽ പ്രോഗ്രാം ചെയ്തിട്ടുള്ളതല്ല. ഇപ്പോൾ ഓരോ ആളുകൾക്ക് ഓരോ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഫഹദ് ഫാസിലിന് ADHD ഉള്ളതുപോലെ തന്നെ ഒരു സിറ്റുവേഷനാണ് എൻ്റെയും എന്നാണ് ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞത്. ഇപ്പോൾ ചില സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ അതിലൊരു സിംഗിൾ ഷോട്ട് കാണുമ്പോൾ അതിൻ്റെ അപ്പുറത്തെ സീൻ എന്തായിരിക്കും എന്ന് ഞാൻ ആലോചിച്ച് പോകുന്നത് എൻ്റെ മനസ്സങ്ങനെ പ്രോഗ്രാംഡ് ആയതുകൊണ്ടാണ്. ഒരു സിനിമ കാണുമ്പോൾ സിനിമയുടെ ഒരു സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോൾ തന്നെ ക്ലൈമാക്സ് പ്രഡിക്റ്റബിൾ ആയിരുന്നു എന്ന് ഞാൻ പറയുന്നത് എൻ്റെ മൈൻഡ് അങ്ങനെ ട്രെയിൻഡാണ്. ഞങ്ങൾ ക്ലാസ്സിൽ കണക്കൊക്കെ എഴുതുന്ന സമയത്ത് അവിടെ ഒരു ക്വസ്റ്റൻ എഴുതുമ്പോൾ എല്ലാവരും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതുമ്പോൾ ഞാൻ കുറേ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യും. കാരണം നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് അതിൻ്റെ എൻഡ് പോയിന്റിലേക്ക് വരിക എന്ന് പറയുന്ന രീതിയിൽ അതിനെന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് കണക്ട് ചെയ്ത് ആലോചിക്കാൻ തോന്നുന്ന അല്ലെങ്കിൽ എനിക്ക് ചിന്തിച്ചിരിക്കാൻ ഒരുപാട് സാധനങ്ങളൊക്കെ തരുന്നതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. ഒരു ഇൻ്റർവ്യൂവിൽ ഖാലിദ് റഹ്മാൻ വന്നിരുന്ന് ഒരുപാട് കാര്യം പറഞ്ഞാൽ എനിക്കൊന്നും തോന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ ഇൻ്റർവ്യൂസ് ഇരുന്ന് കാണാറില്ല. പക്ഷേ അതേസമയം ഖാലിദ് റഹ്മാൻ്റെ ഒരു വർക്കിനെ കുറിച്ച് നമുക്ക് ഒത്തിരി സംസാരിക്കണം എന്ന് തോന്നി. ഇപ്പോൾ ലവ് എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് ഞാൻ ഒന്നിലധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇനിയും വീഡിയോസ് ചെയ്യാൻ പറ്റും. കാര്യം ആ സിനിമയിൽ ഒരുപാട് ബ്രില്യൻ സാധനങ്ങളുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന കാര്യങ്ങളെ എൻ്റെ മനസ്സിലിരിക്കുള്ളൂ. ഒരാളുടെ പേര്, മുഖം എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഞാൻ തന്നെ റിവ്യൂവിൽ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു എന്ന് പറഞ്ഞ ആൾക്കാർ കുറേ സിനിമകൾക്കൊക്കെ ശേഷം എപ്പോഴെങ്കിലും തിയേറ്ററിൽ വന്നിട്ട് ബ്രോ നിങ്ങൾ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞില്ലേ അത് ചെയ്ത് ഞാനാണെന്ന് എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിച്ചെടുക്കാൻ കഷ്ടപ്പെടുകയാണ്. അന്ന് അതെന്നെ എക്സൈറ്റ് ചെയ്യിച്ചു. പക്ഷേ അതെൻ്റെ മനസ്സിങ്ങനെ കൊണ്ടു കിടക്കില്ല. ഇതിപ്പോൾ എങ്ങനെയാണ് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എനിവേ, മുഖം മനസ്സിലായില്ല, ഖാലിദ് റഹ്മാൻ്റെ മുഖം കണ്ടിട്ട് മനസ്സിലായില്ല എന്ന് പറയുന്നത് മഹാപരാധമായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ ആ ഏറിപ്പോക്ക് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർത്ത് വെച്ചിട്ടാണെങ്കിലും നമുക്കും കുറച്ച് പബ്ലിസിറ്റി ഒക്കെ കിട്ടിയല്ലോ. കുറച്ച് സബ്സ്ക്രൈബർ കൗണ്ട് ആ സമയത്ത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗ്രാജുവലി അത് തിരിച്ചു വരികയാണ് ഉണ്ടായത്. മലൈക്കോട്ടെ വാലിബൻ ആ സിനിമ ഇറങ്ങിയ സമയത്ത് അത് ഏറിപ്പോക്കെന്നാണോ അതിന് പറയുക? കാര്യം മലൈക്കോട്ടെ വാലിബന് ഞാൻ പോസിറ്റീവ് റിവ്യൂ ഇട്ടു എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു സിനിമ, പ്രത്യേകിച്ച് മമ്മൂക്കയുടെയോ ദുൽഖറിൻ്റെയോ ഒരു സിനിമ ആവറേജോ അല്ലെങ്കിൽ എബോ ആവറേജ് ഫീലൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതായത് ഒരു നെഗറ്റീവെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് മാത്രമേ പറയാൻ പാടുള്ളൂ. അതായത് എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, ഞാൻ പോസിറ്റീവ് ഘടകങ്ങൾ പറഞ്ഞു, എനിക്ക് പക്ഷേ ഒന്ന് രണ്ട് നെഗറ്റീവ്സും കൂടി ഫീൽ ചെയ്തു. ആ നെഗറ്റീവ്സ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോയി നെഗറ്റീവ് റിവ്യൂ ആയിട്ട് മാറും. അതേസമയം എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഒരു 3-4 നല്ല പോസിറ്റീവ്സ് അതിനകത്തുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ കാരണം ഇന്നതാണ് എന്ന് പറഞ്ഞ് നെഗറ്റീവ്സ് പറഞ്ഞിട്ട് കൺക്ലൂഷനിൽ എനിക്ക് സിനിമ ഒരു ആവറേജ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ മറ്റേ പോസിറ്റീവ് റിവ്യൂ ഇട്ടു എന്ന് പറയും. ഇതെന്താണ്? ആ വീഡിയോയുടെ അവസാനം ഒരു കൺക്ലൂഷൻ പറയുന്നുണ്ട്, അതിനുകൂടി ഒരു പ്രാധാന്യം കൊടുക്കണം എന്നെനിക്ക് പലരോടും പറയാൻ തോന്നിയിട്ടുണ്ട്. മലൈക്കോട്ടെ വാലിബൻ്റെ റിവ്യൂവിൻ്റെ അകത്ത് ഞാൻ മലൈക്കോട്ടെ വാലിബന് ഭയങ്കര പോസിറ്റീവ് റിവ്യൂ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും പല കമൻറ്റ് ബോക്സിലും മലൈക്കോട്ടെ വാലിബനൊക്കെ ഇഷ്ടപ്പെട്ട ആളല്ലേ നീ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ്സ് വരാറുണ്ട്. നമുക്ക് മലൈക്കോട്ടെ വാലിബൻ്റെ റിവ്യൂ ഒന്ന് കാണാം. ഇതാണ് എൻ്റെ റിവ്യൂവിൻ്റെ കൺക്ലൂഷൻ വരുന്നത്. നഷ്ടബോധമല്ല, തൃപ്തിയില്ലാത്തൊരു അനുഭവമായിട്ടാണ് എനിക്ക് മലൈക്കോട്ടെ വാലിബൻ ഫീൽ ചെയ്തത്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കണമെന്നില്ല. എനിക്ക് തൃപ്തി ഇല്ലാത്തൊരു അനുഭവം എന്ന് തന്നെയാണ് പറഞ്ഞത്. മലൈക്കോട്ടെ വാലിബൻ മലയാളം കണ്ട ഏറ്റവും ഗംഭീര സിനിമ എന്ന് പറഞ്ഞിട്ടില്ല.
പക്ഷേ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ രണ്ടാമത് മലൈക്കോട്ടെ വാലിബൻ കാണാൻ ശ്രമിക്കുന്ന സമയത്തും ഞാൻ ഓടിച്ചാണ് കണ്ടത്. പക്ഷേ ആ ഫൈറ്റ് സീക്വൻസ്, അതിൻ്റെ വിഷ്വൽ, അതിൻ്റെ മ്യൂസിക് ലെവൽ അവർ ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ് അവരത് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷേ സിനിമ അതിൻ്റെ ടോട്ടാലിറ്റിയിൽ അതിൻ്റെ മലൈക്കോട്ടെ വാലിബന് സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് അവരതിനെ മാർക്കറ്റ് ചെയ്ത രീതിയാണ്. മലയാളത്തിൻ്റെ മോഹൻലാൽ അവതരിക്കുന്ന എന്ന് പറഞ്ഞാൽ നരസിംഹവും ആറാം തമ്പുരാനും ഒക്കെ മുകളിൽ നിൽക്കുന്ന ഒരു സിനിമ നമ്മൾ പ്രതീക്ഷിക്കും. അത് കൺഫേമാണ്. അത് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ പുറത്തു നോക്കുമ്പോഴേ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. നിങ്ങൾ ഈ ഉണ്ടാക്കിയ സിനിമയും കാര്യം മലൈക്കോട്ടെ വാലിബൻ നല്ല രസമുള്ളൊരു സിനിമ, ഒരു നോവലൊക്കെ പോലെയുള്ള ഒരു സിനിമയാണ്. ഫസ്റ്റത്തെ മല്ലനുമായിട്ടുള്ള ഫൈറ്റ് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ലാലേട്ടൻ ഇരിക്കുന്നു, മറ്റേ മല്ലൻ ഓടി വരുന്നു എന്നുള്ളത്, മല പോലെ മല്ലൻ പാഞ്ഞു വരികയായിരുന്നു അയാളുടെ ഗതയുമായി. അയാളുടെ ഗർജനം ആ പ്രദേശത്തെ ആകെ ഉലയ്ക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ, എഴുതി വെക്കുന്ന പോലെ. അതായത് ഒരു വിഷ്വൽ കാണുമ്പോൾ ഈ സാധനം ഇങ്ങനെ എഴുതി വരുന്നത് പോലെ നമ്മുടെ മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതൊരു നോവൽ പോലെ, നാടകം പോലെ വളരെ രസമുള്ള നല്ലൊരു അനുഭവമായിട്ട് തോന്നും. അല്ലാത്ത പക്ഷം വെളുപ്പിന് 5:30 മണിക്ക് മോഹൻലാലിൻ്റെ മാസ് പടം കാണാൻ വേണ്ടി, അല്ലെങ്കിൽ 6 മണിക്ക് മോഹൻലാലിൻ്റെ ഇടിവെട്ട് പടം കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയി കയറുന്ന ഫാൻസിനെ സംബന്ധിച്ച് പരമപരാജയം സിനിമയായിട്ടേ ഫീൽ ചെയ്യുള്ളൂ. അത് സിനിമ അവർ മാർക്കറ്റ് ചെയ്തതിൻ്റെ, അവരത് നാട്ടുകാർക്ക് ഇട്ടുകൊടുത്തതിൻ്റെ കുഴപ്പമാണ്. ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ റിവ്യൂവിൽ പറഞ്ഞത് തൃപ്തിയില്ലാത്തൊരു അനുഭവം എന്നാണ്. പക്ഷേ ഇപ്പോഴും ഏതെങ്കിലും ഒരു സിനിമ ആ സിനിമ ഭയങ്കര ആവറേജ് ആയിരുന്നു എന്ന് പറയുമ്പോൾ നിനക്ക് പിന്നെ മലൈക്കോട്ടെ വാലിബനൊക്കെ പിടിക്കുള്ളൂ എന്ന് പറയാറുണ്ട്. മലൈക്കോട്ടെ വാലിബൻ്റെ റിവ്യൂ വന്ന സമയത്തും ഈ ഒരു എയറിൽ പോക്ക്, അല്ലെങ്കിൽ മലൈക്കോട്ടെ വാലിബൻ്റെ എൻ്റെ റിവ്യൂ കൂടി ചേർത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എയറിലേക്ക് പറഞ്ഞു വിടാനുള്ള ഒരു ശ്രമം സംഭവിക്കാറുണ്ട്. 4-മത്തത് വർഷങ്ങൾക്ക് ശേഷം സിനിമ OTT വന്നതിന് ശേഷമാണ്. അതായത് തിയേറ്ററിൽ പടം ഓടുന്നുണ്ട്, അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ കിട്ടിയ സിനിമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വർഷം വലിയ ലാഭം നേടിയിട്ടുള്ള സിനിമകളുടെ കൂട്ടത്തിൽ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം വരുന്നത്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്ക് ഞാനൊരു പോസിറ്റീവ് റിവ്യൂ ആണ് കൊടുത്തത് എന്ന രീതിയിലുള്ള ഒരു കമൻസ് ഇടയ്ക്ക് വരാറുണ്ട്. നെഗറ്റീവ് സൈഡ് എന്തെങ്കിലും ഫീൽ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സിനിമയുടെ ലെങ്ത് തന്നെയാണ് തോന്നിയത്. ഇത് നടക്കും എന്ന് നമുക്കറിയാലോ, പക്ഷേ ഇത് നടക്കുന്നതിന് മുമ്പുണ്ടല്ലോ ഇതിനൊരു സംഭവം ഉണ്ടായി, നടക്കുന്നതിന് മുമ്പുണ്ടല്ലോ പിന്നെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുന്ന പോലെ ഇങ്ങനെ നീണ്ട് ഇൻസിഡൻസ് ഒക്കെ കാണിക്കണം. പക്ഷേ അതിനൊരു നീട്ട കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വളഞ്ഞ് ചുറ്റി. പക്ഷെ അതൊരു വലിയ പ്രശ്നമല്ല. ഈ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. പക്ഷെ എനിക്കൊരു നീള കൂടുതൽ സിനിമയ്ക്ക് ഉണ്ടെന്ന് ഫീൽ ചെയ്തു. ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു ഓക്കേഷ് ഫീൽ ഗുഡ് ടിപ്പിക്കൽ വിനീത് ശ്രീനിവാസൻ സ്റ്റഫൊക്കെ ഉള്ള ഒരു സിനിമയാണ്. ആൻഡ് ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. നിവിൻ പോളി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതെന്ത് സംഭവമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയിൽ നിവിൻ പോളി വന്ന അത്രയും പോർഷൻസ് തിയേറ്ററിൽ ഇത് കാണുമ്പോഴേ നമുക്കിങ്ങനെ വളഞ്ഞൂറ്റി, ഞാൻ ഈ പറഞ്ഞ അതേ നെഗറ്റീവ് തന്നെയാണ്, വളഞ്ഞൂറ്റി ഇത് എങ്ങോട്ടാണ് പോകണമെന്നൊക്കെ ആലോചിച്ച് നമ്മളിങ്ങനെ ഒന്ന് വലിഞ്ഞിരിക്കുമ്പോഴാണ് നിവിൻ പോളി വന്നൊരു കലക്കിയിട്ട് പോകുന്നത്. എൻ്റെ കറവേട്ട എന്നൊക്കെ വിളിക്കുന്ന പോലെ നമ്മളങ്ങ് എൻജോയ് ചെയ്ത് പോകും ആ സീക്വൻസുകൾ. പ്രത്യേകിച്ച് തിയേറ്ററിലിരുന്ന് നമ്മളിങ്ങനെ മടുപ്പ് അനുഭവിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ തന്നെ നമ്മളങ്ങ് ഹാപ്പി ആവുന്നൊരു സമയമുണ്ട്. അപ്പോൾ തിയേറ്ററിൽ നിന്ന് സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്കൊരു ജിൽ ഫീൽ ഉണ്ടാവും. മറ്റേ നിവിൻ പോളി വന്നു പോയിട്ടുള്ള സീക്വൻസുകൾ അതിപ്പോഴും വളരെ വലിയ ഹിറ്റാണ്. അതിലത്തെ ഡയലോഗുകൾ പല താരങ്ങളുടെ പ്രൊമോഷൻസിന് വരെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കണ്ടതുകൊണ്ടാണ് സിനിമയ്ക്കൊരു പോസിറ്റീവ്, അതായത് അതിനെ കൊല്ലാതെ ഭയങ്കര വലിച്ചിലും ഒക്കെ ആയിരുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം നിവിൻ പോളി വന്നു പോയ അത്രയും സമയമാണ്. പിന്നെ മേക്കപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നത് അവർക്ക് മറ്റേ ഈ നൈറ്റ് ഇട്ട് കൊടുത്തതുപോലത്തെ ഡ്രസ്സ് ഇട്ടിട്ട് കൊടുത്തതിനല്ല ഞാൻ മേക്കപ്പ് എന്ന് പറയുന്നത്, അവരുടെ ഫേഷ്യൽ ഡീറ്റെയിലിങ്സ് ആണ്. അത് സിനിമ അതിൻ്റെ ഏറ്റവും ഹൈ ക്വാളിറ്റിയിൽ, പ്രത്യേകിച്ച് ഈ പ്രണവിൻ്റെയും കല്യാണിയുടെയും ഒക്കെ ക്ലോസപ്പ് കാണിക്കുന്ന സമയത്ത് അവരുടെ മുഖത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അതങ്ങനെ തന്നെയാണെന്നാണ് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത്. ഞാനിപ്പോഴും ആ സ്റ്റേറ്റ്മെൻറ്റ് പിൻവലിക്കുന്നില്ല. സിനിമയിൽ അവരുടെ മേക്കപ്പിൻ്റെ ഡീറ്റെയിലിങ്സ് കൊടുത്തിരിക്കുന്നത് വളരെ നന്നായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഈ ഓൺ എയർ യാത്ര ഞാൻ ആ സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളും കൂടി നടക്കുന്നുണ്ട്. പോലീസ് കേസ്, അതിൻ്റെ പുറകെ ഉള്ളത്, അത് എന്നെ മെൻ്റലി ബാധിച്ചതിൻ്റെ നമ്മളൊന്ന് റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയവും കൂടിയാണ്. അപ്പോൾ ആ സമയത്ത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫിലിം മേക്കർ എന്ന് വിളിക്കാവുന്ന, അല്ലെങ്കിൽ ഒരു അഭിനേതാവൊക്കെ ആയിട്ടുള്ള ഒരാൾ എന്നോട് പറഞ്ഞത്, ഉണ്ണി നമുക്ക് നമ്മുടെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയെക്കുറിച്ചാണ് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. എനിക്കെതിരെ അറ്റാക്സ് വരുന്ന സമയത്തും ഞാൻ എൻ്റെ ഫാമിലിയോടൊപ്പം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഏറി പോവുക അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നമ്മളിങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അത് സോഷ്യൽ മീഡിയയിൽ മാത്രം സംഭവിക്കുന്നൊരു കാര്യമാണ്. സോഷ്യൽ മീഡിയ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഹാപ്പി ഫാമിലിയുടെ മുഖത്തേക്ക് നോക്കുക, അല്ലെങ്കിൽ ഫാമിലിയെ ഹാപ്പി ആക്കാനുള്ള കാര്യങ്ങൾ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അടിപൊളിയാവും എന്നൊരു ഉപദേശം അന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത പരിപാടി വരുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ തിയേറ്ററിൽ ഓടുന്ന സമയത്ത് എൻ്റെ റിവ്യൂവിൻ്റെ താഴെ അത്രയ്ക്ക് മോശം പറയാനൊന്നും ഇല്ല ഈ സിനിമ എന്നാണ് കമൻറ്റ്സ് വന്നുകൊണ്ടിരുന്നത്. അതായത് ഞാനൊരു നെഗറ്റീവ് റിവ്യൂ ഇട്ടു എന്നുള്ള രീതിയിലാണ് തിയേറ്ററിൽ പടം ഓടുന്ന സമയത്ത് കമൻറ്റ് ബോക്സ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ OTT വന്നു കഴിഞ്ഞപ്പോൾ ഈ റിവ്യൂവേഴ്സിനെ ഒന്നും വിശ്വസിക്കാൻ പാടില്ല. ഇവൻ്റെയൊക്കെ വർത്താനം കേട്ട് സിനിമ കണ്ട് എൻ്റെ കാശ് പോയി എന്നൊക്കെ പറഞ്ഞു. OTT റിലീസായപ്പോഴേ കുറേ പോസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് OTTക്ക് മുമ്പ് വരെ എൻ്റെ റിവ്യൂ സിനിമയെ നെഗറ്റീവായി ബാധിക്കുന്ന എന്തൊരു കാര്യമാണ് എന്നുള്ള രീതിയിലാണ് കമൻറ്റ് ബോക്സ് ഉണ്ടായിരുന്നത്. OTT വന്നു കഴിഞ്ഞപ്പോൾ
ഞാൻ പോസിറ്റീവ് പറഞ്ഞതുകൊണ്ട് ഇവൻ്റെയൊക്കെ കാശ് പോയി എന്നാണ് പറയുന്നത്. നമുക്ക് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ റിവ്യൂ ഒന്ന് എടുത്ത് നോക്കാം. അതിനുശേഷം ലക്കി ഭാസ്കർ സിനിമ വന്ന സമയത്ത് അതിൻ്റെ റിവ്യൂ വീഡിയോൻ്റെ താഴെ നിനക്ക് ഗുരുവായൂർ അമ്പലനടയിലൊക്കെ അല്ലേ പിടിക്കുള്ളൂ എന്നൊക്കെയുള്ള കമൻസും ഉണ്ടായിരുന്നു. നമുക്ക് ഗുരുവായൂർ അമ്പലനടയിൻ്റെ കൺക്ലൂഷൻ, അതിൻ്റെ റിവ്യൂവിൻ്റെ കൺക്ലൂഷനിൽ ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. നമുക്കറിയാം ഇതാണ് സംഭവിക്കാൻ പോകുന്നത്, അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ക്ലൈമാക്സിലെ ആ പ്രഷർ ഫീൽ ആയില്ല. പിന്നെ വ്യക്തത ഇല്ലാത്ത കുറച്ച് ക്ലാഷുകൾ ഉണ്ടായിരുന്നു. നിഖില, വേലക്കാരി, പിന്നെ അമ്മാവന്മാര്, ജഗദീഷ്, ഇവരുടെയൊക്കെ ഇഷ്യൂസ് എന്തായിരുന്നു എന്നുള്ളത് ശരിക്കും ആകെ മൊത്തത്തിൽ ഒരു ഷോർട്ട് ഫിലിം ആയിട്ടോ അല്ലെങ്കിൽ ഒരു വെബ് സീരീസ് ആയിട്ടോ, വളരെ ലൂസ് ആയിട്ടുള്ള ചില വെബ് സീരീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ചുമ്മാ കണ്ടിരിക്കാവുന്ന ഇടയ്ക്കും തലയ്ക്കും ഒക്കെ ചിരി വരുന്ന ഒരു വൺ ടൈം വാച്ചബിൾ അനുഭവം. ഞാൻ ആ സിനിമ സൂപ്പറാണ്, ഗംഭീരമാണ്, തിയേറ്ററിൽ പോയി കാണണം, തിയേറ്ററിൽ മസ്റ്റ് വാച്ചാണ്, അല്ലെങ്കിൽ OTTയിൽ മസ്റ്റ് വാച്ചാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വളരെ ലൂസായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു ആവറേജ് ഓക്കേഷ്, കുറച്ച് ഹ്യൂമറോടെയുള്ള ഒരു കുഞ്ഞു പടം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ ഗുരുവായൂർ അമ്പലനടയിലിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സിനിമ ആവറേജ് ആണെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രൊമോഷണൽ ടീം കാശ് കൊടുത്ത് ഏൽപ്പിച്ചിട്ടുള്ള ഓൺലൈൻ കമൻറ്റോളികൾ എന്ന് തന്നെ ഞാൻ വിളിക്കും. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മളൊരു സിനിമയുടെ റിവ്യൂ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ റിവ്യൂ ഒരു ആവറേജോ അതിൽ താഴെയാണ് സിനിമയ്ക്ക് റേറ്റിംഗ് കൊടുക്കുന്നതെങ്കിൽ അപ്പം തന്നെ ഞാൻ സിനിമ കണ്ടു, ഗംഭീര സിനിമ, ഇവനൊക്കെ എന്ത് റിവ്യൂ പറയുന്ന പടപടപട കുറേ തെറിയൊക്കെ പറഞ്ഞിട്ട് ചവർ പോലെ കമൻസ് വരും. നിങ്ങളിൽ എത്ര പേർ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിറങ്ങി അപ്പം തന്നെ റിവ്യൂ എടുത്ത് നോക്കി, റിവ്യൂ നിങ്ങളായിട്ട് മാച്ച് ആയിട്ടില്ലെങ്കിൽ തെറി പറയുകയും നിങ്ങൾക്ക് ഈ സിനിമ ഗംഭീരമായിരുന്നു എന്ന് പറയാൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും വ്യഗ്രത കാണിക്കാറുണ്ട്? വളരെ കുറച്ച് ആളുകൾ മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് നമ്മളൊക്കെ എന്താ പറയുന്നത് എന്ന് നോക്കിയിട്ട് അതിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ നെഗറ്റീവ് പറയണമെന്നായിരിക്കും അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവുക, ചിലപ്പോൾ പോസിറ്റീവ് പറയണമെന്നായിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിറയ്ക്കുക എന്ന് പറയുന്ന ഒരു തൊഴിലായി കൊണ്ടു നടക്കുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനെ ഒരു അറ്റാക്കിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് വരുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അതൊക്കെ കാണുന്നത്. പക്ഷേ ഇങ്ങനൊരു കാര്യം ഇപ്പോഴും ഞാൻ ഏതെങ്കിലും ഒരു സിനിമ ഒരു ആവറേജ് വൺ ടൈം വാച്ചബിളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിനക്ക് ഗുരുവായൂർ അമ്പലനടയിലും വർഷങ്ങൾക്ക് ശേഷവും പിന്നെ മലക്കോട്ടെ വാലിബനും ഒക്കെ അല്ലേ പിടിക്കുള്ളൂ എന്ന് പറഞ്ഞ കമൻറ്റ്സ് ഇപ്പോഴും വരാറുണ്ട്. ഇപ്പോഴും അതിൻ്റെ സെൻസ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിൻ്റെയൊക്കെ റിവ്യൂ കണ്ടിട്ട് തന്നെയാണോ ഈ പറയുന്ന കമൻറ്റ് ഇടുന്നതെന്ന്? എന്താണ് ഇതിൻ്റെ സാങ്കത്യം? അല്ലെങ്കിൽ ഈ സിനിമയുടെയൊക്കെ പേര് ചേർത്തിട്ടാണ് നമ്മളെ എയറിലേക്ക് വിടാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രത ഉണ്ടാകുന്നതെന്നുള്ളതുകൊണ്ടാണ് ഈ സെഗ്മെൻറ്റും കൂടി ഉൾപ്പെടുത്തുന്നത്. അടുത്തൊരു എയറിൽ പോക്ക് സംഭവിക്കുന്നത് അത് ബാഡ് ബോയ്സിൻ്റെ റിവ്യൂ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ്. ആ സിനിമയുടെ പ്രൊഡ്യൂസർ നമ്മളെ വിളിക്കുന്നു, ചീത്ത പറയുന്നു. പിറ്റേ ദിവസം രാവിലെ അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചതാകാം എന്നുള്ള രീതിയിൽ ആ സിനിമയുടെ പ്രൊമോഷണൽ ടീം ഞാനുമായിട്ട് ബന്ധപ്പെട്ടു. സംഭവം എങ്ങനെയാണ്, സിനിമയുടെ ഒരു നെഗറ്റീവ് റിവ്യൂ ഞാൻ ഇട്ടു, അന്ന് എന്നെ വിളിച്ച് ചീത്ത പറയുന്നു. ഞാൻ ആ ചീത്ത വിളിച്ച പോർഷൻ അപ്ലോഡ് ചെയ്യും, പകരം റിവ്യൂ മാറ്റിക്കോളാം എന്ന് പുള്ളിയോട് പറയും. പുള്ളിയുടെ ഒരു കൺസെൻറ്റ് വേണം, അല്ലാതെ നമുക്കൊരു ഫോൺ കോളൊന്നും അങ്ങനെ പബ്ലിക് ആക്കാൻ പറ്റില്ല. അപ്പോൾ ആ കൺസെൻറ്റ് കിട്ടണമെങ്കിൽ എന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് വെച്ചൊന്നാണ്, ശരി ഞാൻ റിവ്യൂ പ്രൈവറ്റ് ആക്കാം, പക്ഷേ നിങ്ങളുടെ ഈ ഫോൺ കോൾ ഞാൻ പബ്ലിക് ആക്കും എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ച് സമ്മതം വാങ്ങിച്ചിട്ട് തന്നെയാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ എന്നെ ഓൺലൈൻ പ്രൊമോഷൻ ടീമൊക്കെ വിളിക്കുമ്പോഴും പറയുന്നത് ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പുകാർ, ആ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ പരിതാപകരമാണ് കേട്ടോ. അതായത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള സിനിമാ താരങ്ങൾ അവരുടെ സിനിമ കാണാൻ കേട്ടോ എന്ന് അവരുടെ ഫാൻസിനോടും ഫോളോവേഴ്സിനോടും പറയാൻ പറ്റുന്ന അത്രയും വലിയൊരു ഓഡിയൻസിനെ കേറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഉള്ള സെലിബ്രിറ്റീസ് വരെ വേറെ എവിടെയും പോസ്റ്റ് ഇടാത്ത ആളുകളാണ്. സ്വന്തം പേജിൽ പോലും നേരെ പോയി പോസ്റ്റ് ഇടില്ല. പക്ഷേ ഈ ഗ്രൂപ്പിൽ ആകെ ഏതാണ്ട് 1,00,000-അടുത്തൊക്കെ ആൾക്കാരുള്ളൂ. അതും പ്രൊമോഷൻ പോസ്റ്റ് മാത്രമേ വരാറുള്ളൂ. ഒരു സിനിമ റിലീസായിരിക്കുന്ന സമയത്ത് അവർ കാശ് വാങ്ങിയിട്ടുള്ള സിനിമയാണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് റിവ്യൂ ഇടാൻ സമ്മതിക്കില്ല. ഇനി ഇട്ടാൽ തന്നെ വളരെ മൈൽഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും. കമൻറ്റ് ബോക്സിൽ ആ റിവ്യൂ അല്ല, സിനിമ ഭയങ്കര പോസിറ്റീവാണ് എന്നവർ തെളിയിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന 1,00,000 പേര് പോലും കാണാനില്ലാത്തൊരു ഗ്രൂപ്പിൽ സിനിമാക്കാർ വന്ന്, ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ഇന്നതാണ്, എൻ്റെ ഈ സിനിമ തിയേറ്ററിലുണ്ട്, നല്ല അഭിപ്രായമുണ്ട്, നിങ്ങളെല്ലാവരും കാണുമല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞ അപേക്ഷ പോസ്റ്റ് ഇട്ടിട്ട് പോകണം. എന്ത് മ്ലേച്ഛമാണ് എന്ന് പറയാനാണ് തോന്നുന്നത്. അതായത് ഈ പ്രൊഡ്യൂസറിനെ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ കാല് പിടിച്ചിട്ടൊക്കെയാണ് തോന്നുന്നു ഈ സെലിബ്രിറ്റീസ്. അല്ലെങ്കിൽ ഇവരാരും വേറെ എവിടെയും പോയി കമൻറ്റ് പോലും അല്ലെങ്കിൽ ഒരു പോസ്റ്റ് പോലും ലൈക്ക് ചെയ്യാത്ത ആളുകളൊക്കെയാണ്. ഇവരൊക്കെ ഈ ഗ്രൂപ്പിൽ വന്ന് ഒരു കാര്യമില്ലാതെ താന്ന് കയറണം അപേക്ഷിക്കുകയാണ്, നിങ്ങൾ എൻ്റെ പടം ഒന്ന് കാണണേ. ആ ഗ്രൂപ്പിൽ പോസിറ്റീവ് റിവ്യൂ വരുള്ളൂന്നേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓൾറെഡി പോസിറ്റീവ് റിവ്യൂ ഇടാന്ന് പറഞ്ഞ് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കൃത്യം പേരെല്ലാം പറഞ്ഞുകൊണ്ടുള്ള കോൾ റെക്കോർഡുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ പോസിറ്റീവ് ഇടാമെന്ന് പറഞ്ഞാൽ അവർ കാശ് വാങ്ങിച്ചത്രേ. എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ ഈ റിവ്യൂ പോസ്റ്റ് ചെയ്യുന്നത് വൈകുന്നേരമാണ്. അന്ന് രാവിലെ ഈ ഗ്രൂപ്പിൽ പടത്തിനെതിരെ നെഗറ്റീവ് റിവ്യൂ വന്നു. അപ്പോൾ ഓൾറെഡി അവർ പോസിറ്റീവ് പറയാമെന്ന് പറഞ്ഞാണല്ലോ കാശ് വാങ്ങിച്ചിരിക്കുന്നത്. ആ കാശ് വാങ്ങിച്ചിട്ടും അവർ നെഗറ്റീവ് റിവ്യൂ ഇട്ടു എന്ന് പറഞ്ഞിട്ട് ആ റിവ്യൂ അവർ റിമൂവ് ചെയ്തു. അതിൻ്റെയും സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലുണ്ട്. ആ റിവ്യൂ റിമൂവ് ചെയ്ത് അവന്മാരങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് രാത്രി എൻ്റെ നെഗറ്റീവ് റിവ്യൂ വരുന്നത്. എൻ്റെ അടുത്ത് ആ പ്രൊമോഷൻ ടീം പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ഗ്രൂപ്പിൻ്റെ ഒക്കെ ആൾക്കാർ ഓരോ പ്രൊഡ്യൂസറിൻ്റെ അടുത്തും ചെന്ന് കാണുമ്പോൾ ഞാൻ, ഷസാം, കോക്ക് ഒക്കെ അവരുടെ ആൾക്കാരാണെന്നും നമ്മൾ കാശ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് റിവ്യൂ ഇടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ പൈസ വാങ്ങിക്കാറുണ്ട്. ഇതെനിക്ക് കേട്ടറിവേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രൊഡ്യൂസറിൻ്റെ ആംഗിളിൽ എന്താണ്,
കാശ് വാങ്ങിച്ചിട്ട് പോസ്റ്റ് റിവ്യൂ ഇടാന്ന് പറഞ്ഞിട്ട് അവന്മാർ നെഗറ്റീവ് ഇട്ട്. അത് ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവന്മാർ യൂട്യൂബിലിട്ട് എന്ന് പറയുന്നത്. ഇത് ഞാൻ മനസ്സാവാച കർമ്മണം അറിയാത്ത പരിപാടിയാണ്. പക്ഷെ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അദ്ദേഹത്തിന് സംഭവിച്ചതാണ്. പുള്ളി കാശ് കൊടുത്തതാണല്ലോ. ഇപ്പം ഞാൻ കാശ് വാങ്ങിച്ചിട്ട് പോസ്റ്റ് റിവ്യൂ ഇടാന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ച് തെറി പറയാനുള്ള അവകാശം പുള്ളിക്കുണ്ടല്ലോ. കാര്യം ഞാൻ പെയ്ഡ് ആണല്ലോ. ആ ധൈര്യത്തിലായിരിക്കും പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചിട്ടുള്ളതാണ്. എന്നാൽ പിന്നെ അത് അങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ ഒതുക്കി തീർക്കാം എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ മൂവി പ്രൊമോഷനൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ വിളിച്ച് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ തെറിവിളി വീഡിയോ പ്രൈവറ്റ് ആക്കുന്നത്. മാത്രമല്ല അദ്ദേഹം സ്ഥിരമായി പോകുന്ന 1-2 ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഫാമിലി വളരെ ക്ലോസ് ആയിട്ടുള്ള എനിക്കും പേഴ്സണലി അറിയാവുന്ന ആളുകളാണ്. അപ്പോൾ അവരൊക്കെ വിളിച്ചിട്ട് അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷയില്ല, അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് എന്നൊക്കെയുള്ള രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമുക്കും തോന്നില്ലേ, നമ്മൾ മനുഷ്യനല്ലേ, ഒരാൾക്ക് ജെന്യുവിൻലി പറ്റിപ്പോയൊരു അബദ്ധമാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് കയറി അങ്ങനെ ഉപദ്രവിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. അതായത് നമ്മളിരുന്ന് വേറെ ലാഭങ്ങളൊന്നും കണ്ടെത്താനൊന്നും ശ്രമിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഒഴിവാക്കിയതാണ്. പക്ഷേ അതിനുശേഷം ഷീലു എബ്രഹാം ഒരു ഇൻ്റർവ്യൂവിലോ മറ്റോ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, പൈസ അതിൻ്റെ റിഫ്ലക്ഷനാണ് ഈ കണ്ടതെന്നൊക്കെയുള്ള രീതിയിൽ. അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എവിടെയെങ്കിലും ചെന്നിരുന്ന് പറയുന്നതിന് മുമ്പ് കുറച്ച് തെളിവുകൾ പറയുക, അല്ലെങ്കിൽ കുറച്ച് അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാതിരിക്കാനുള്ള. അതായത് എൻ്റെ പേര് ചേർത്ത് നിങ്ങൾ ഇതുപോലെ പൈസ കൊടുത്തു, പെയ്ഡ് അല്ലെങ്കിൽ പെയ്ഡ് അല്ലാത്തത് കൊണ്ട് നെഗറ്റീവ് റിവ്യൂ ഇട്ടു എന്നൊക്കെ പറയുന്ന പോലത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുമ്പോൾ ഒന്നെങ്കിൽ തെളിവുണ്ടാവുക അല്ലെങ്കിൽ ഉളുപ്പുണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് അതിൻ്റെ അകത്ത് പറയാനുള്ളത്. എന്തായാലും ആ റിവ്യൂ വന്ന സമയത്ത് ഈ തെരുവിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് എയറിൽ പോക്കുണ്ടായിരുന്നു, കുറേ ട്രോൾ വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിനൊരു നെഗറ്റീവ് എയറിൽ പോക്കായിട്ട് ഞാൻ കാണുന്നില്ല. ബട്ട് സ്റ്റിൽ നമ്മളെ അത് അഫക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരു രാത്രി ഒരാൾ വിളിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ഇത്രയും പൈസയും പോലീസുകാരുമായിട്ട്, അതായത് പോലീസുകാരെ വരെ സ്വാധീനിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ നമ്മൾ വിളിക്കുമ്പോൾ അതുണ്ടാക്കുന്ന മെൻ്റൽ ഷോക്ക് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഓൺ എയർ വിശേഷം എന്ന് പറയുന്നത് അത് ലക്കി ഭാസ്കറിൻ്റെ റിവ്യൂവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ലക്കി ഭാസ്കറിൻ്റെ റിവ്യൂ ഞാൻ എൻ്റെ റിവ്യൂ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ മറ്റുള്ളവർ ഇടുന്ന റിവ്യൂസ് നോക്കാറുണ്ട്. അപ്പോൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ക്ലാസിക് സിനിമ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന രീതിയിൽ വരെയുള്ള റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ഗംഭീര സിനിമ എന്നുള്ള രീതിയിലും റിവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് അതിൽ കുറച്ച് ഫ്ലോസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സിനിമ വളരെ മോശമാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ലക്കി ഭാസ്കറിൻ്റെ റിവ്യൂവിൻ്റെ അവസാനം ഞാൻ പറഞ്ഞതൊന്ന് കേൾപ്പിച്ചു തരാം. സിനിമയെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യാം. എന്നെ സംബന്ധിച്ചൊരു വൺ ടൈം വാച്ചബിൾ അനുഭവം എന്നുള്ള രീതിയിൽ മോശമല്ലാത്ത, അതായത് കൊടുത്ത കാശിന് നഷ്ടം തോന്നാതെ തിയേറ്ററിൽ ഇരുന്ന് കണ്ടു തീർത്ത ഒരു സിനിമയാണ്. ഇനി ഒരു വട്ടം കൂടി ആവേശത്തോടുകൂടി പോയി കാണാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഒരു വട്ടം കാണാനുണ്ട്. എന്നെ സംബന്ധിച്ച് കൊടുത്ത കാശിന് നഷ്ടം തോന്നാത്ത ഒരു അനുഭവമാണ്. സിനിമ മോശമാണ്, തിയേറ്ററിൽ പോകരുത്, കാണരുത്, ഇത്രയും തല്ലിപ്പൊളി പടം എന്നൊന്നും ഞാൻ ലക്കി ഭാസ്കറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ റിവ്യൂ പോസ്റ്റ് ചെയ്തൊരു 2 ദിവസമാണോ അല്ല 5 ദിവസത്തിന് ശേഷം ഒരു ദിവസം രാവിലെ 7 മണിക്ക് അതോ 6 മണിക്കോ, അതായത് ഏതാണ്ട് ഒരേ സമയത്ത് ഒരേ ടൈറ്റിൽ ഇട്ടിട്ട്, അതായത് യൂട്യൂബിൻ്റെ മറ്റേ തംബ്നെയിലില്ലേ അതിൽ ഈ വീഡിയോയ്ക്ക് കൊടുക്കുന്ന ക്യാപ്ഷൻ്റെ കൂടെ ചില ആൾക്കാർ ഇമോജി വെക്കാറുണ്ട്. ആ ഇമോജി അടക്കം സെയിമായിട്ട് ഒരു 2-3 ചാനലുകളിൽ ഒരുമിച്ച് വീഡിയോ പബ്ലിക് ആവുകയാണ്. അപ്പോൾ അതിൽ ചില തംബ്നെയിൽ പോലും സെയിം, അത് അവതരിപ്പിക്കുന്ന ആളുടെ ഒരു ഫോട്ടോ ഒരു കോർണറിൽ വരുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ തംബ്നെയിൽ വരെ സെയിം ആയിട്ട് ഒന്നിലധികം യൂട്യൂബ് ചാനൽസിൽ വീഡിയോസ് വരികയാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് വരികയാണ്. അപ്പോൾ ഇത് ഉണ്ണി വ്ളോഗ്സ് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ റിവ്യൂ അവനെ തകർക്കണം എന്നൊക്കെ പറയുന്ന ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു സാധനമാണ് എന്നെനിക്ക് ഫീൽ ചെയ്യാനുള്ള കാരണങ്ങളെക്കുറിച്ചുമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ എല്ലാവരുടെയും തംബ്നെയിൽ സെയിം, അതുപോലെ തന്നെ ക്യാപ്ഷൻ സെയിമാണ്, ഈ ഫേസ്ബുക്കിൽ വരുന്ന കുറിപ്പുകളും എല്ലാം ഒരേ ദിവസം ഏതാണ്ട് ഒരേ സമയം പടപടപടാന്ന് സംഭവിക്കുകയാണ്. വീഡിയോ ആയിട്ട് വന്നതിൻ്റെയൊക്കെ ടൈറ്റിലും അതുപോലെ തന്നെ തംബ്നെയിലും കൊടുത്തിരിക്കുന്നത് ദുൽഖർ സൽമാൻ ഉണ്ണി വ്ളോഗ്സിനെ തെറി വിളിച്ചു. ഇതാണ് തംബ്നെയിലിൽ ഉണ്ടായിരുന്ന സാധനം. ഞാൻ ആലോചിച്ചു, ദുൽഖർ സൽമാൻ എന്നെ വിളിച്ചിട്ടില്ല. ഒന്നാമത് ഈ പോസ്റ്റ് ഇടുന്ന വേട്ടാവളിയന്മാരുടെ അത്രയും വിവരമില്ലാത്ത ഒരുത്തനല്ല ദുൽഖർ സൽമാൻ എന്നുള്ളത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, ഈ വീഡിയോ ചെയ്യുന്നവർക്കും അറിയാം. പക്ഷേ എല്ലാവരും ഒരേ കാര്യം ചെയ്തത്. ഇപ്പം ദുൽഖർ സൽമാൻ്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയിൽ നെഗറ്റീവ്സ് ഉണ്ട്. അതുപോലെ തന്നെ ആ സിനിമയിൽ ദുൽഖർ ലക്കി അല്ല, അയാളൊരു ക്രിമിനലാണ്. അപ്പോൾ അതിനെ ലക്കി ഭാസ്കർ എന്ന് വിളിക്കുന്നത് ആളെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നുള്ള രീതിയിലാണ് ഞാനതിൽ സംസാരിച്ചിട്ടുള്ളത്. ആ ടൈറ്റിലിനോടുള്ള ഒരു വിയോജിപ്പ് പ്രകടിപ്പിച്ചതാണ്. പക്ഷേ സിനിമയും ഞാൻ മോശം പറഞ്ഞു, സിനിമയും ഞാൻ തകർക്കാൻ നോക്കി. ദുൽഖർ സൽമാൻ എന്നെ ചീത്ത വിളിക്കുന്നു. അപ്പോൾ ദുൽഖറിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, ഞാൻ തെറിവിളി കേട്ട് നിൽക്കുന്നൊരു ഫോട്ടോ ഉണ്ട്. പിന്നെ ഇത് റിയാക്ട് ചെയ്യുന്ന കുറേ റിയാക്ടർമാരുണ്ടല്ലോ, അതിലൊരു ഒന്നിലധികം റിയാക്ടേഴ്സ് ഒരേ കാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ തംബ്നെയിലിൻ്റെ പാറ്റേൺ ഒക്കെ സെയിം. ഫേസ്ബുക്കിൽ ഇത് തന്നെ പരിപാടി. അതായത് കുറേ ആൾക്കാർ കൂടി കുറേ സ്ഥലത്ത് ഒരുമിച്ച് പ്ലാൻ ചെയ്ത് പോസ്റ്റുകളും വീഡിയോസും ഒക്കെ വരുന്നു. അപ്പം ഞാൻ എയറിലാവുന്നു. അപ്പം ഇങ്ങനെ പറയാൻ ഇവൻ ആരാണ്? ദുൽഖറിൻ്റെ പടത്തിന്, ദുൽഖറിൻ്റെ പടമല്ല, ദുൽഖറിൻ്റെ അച്ഛൻ മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള സിനിമയാണെങ്കിലും അതിൽ മോശമായി പറയാനുണ്ടെങ്കിൽ, അതിൽ വിയോജിപ്പുകളുണ്ടെങ്കിൽ പ്രകടിപ്പിക്കും. അതിന് നമുക്ക് ഇന്ന ആളുടെ സിനിമ എന്നൊന്നുമില്ല. അത് സാക്ഷാൽ സത്യജിത് റായുടെ സിനിമയിൽ വിമർശിക്കാനുണ്ടെങ്കിലും പറഞ്ഞിരിക്കും. അത്
എൻ്റെ സ്വാതന്ത്ര്യമാണ്, എൻ്റെ യുക്തിക്കനുസരിച്ചാണ് ഞാൻ സിനിമ കാണുന്നതും അതിനെ വിലയിരുത്തുന്നതും. അത് ഓക്കെയാണ് എന്ന് തോന്നുന്ന ആളുകളായിരിക്കുമല്ലോ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവരും നമ്മൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊന്നുമല്ല. ഇപ്പം മാനിനെ ഫോളോ ചെയ്യുന്ന പുലി എന്ന് പറയുന്നത് അതിൻ്റെ വിശപ്പടക്കാൻ വേണ്ടിയിട്ടാണ്. വിശപ്പടക്കാൻ ഫോളോ ചെയ്യുന്നവരും ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ പറയുന്നത് അതിൻ്റേതായിട്ടുള്ള സെൻസിൽ മനസ്സിലാക്കാവുന്ന. ലക്കി ഭാസ്കർ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്ത, കൊടുത്ത കാശിന് മൂല്യം തരാത്തൊരു സിനിമയാണെന്ന് ഞാൻ എൻ്റെ റിവ്യൂവിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ നെഗറ്റീവ് റിവ്യൂ ഇട്ടു, അതുകൊണ്ട് ദുൽഖർ എന്നെ തെറി വിളിച്ചു എന്ന് പറഞ്ഞ് ആളുകളുടെ അറ്റൻഷൻ ആദ്യം ഗ്രാബ് ചെയ്തിട്ട്, അതായത് ഉണ്ണി വ്ളോഗ്സ് നെഗറ്റീവ് റിവ്യൂ ഇട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂടി തച്ചിനിരുന്ന് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്താലൊന്നും ഇത് വൈറലാവില്ല. അതായത് ആളുകളിലേക്ക് പെട്ടെന്ന് ഈ ഒരു ടോപ്പിക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് ദുൽഖർ തെറി വിളിച്ചു എന്ന് പറയുന്ന ഒരു തമ്പിട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എന്നെ ഓട്ടോമാറ്റിക്കലി ആളുകൾ ഇങ്ങനെ വിളിച്ച് തെറി വിളിക്കുന്നുണ്ട്, ഇത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ ഇത് കാണും. കണ്ടു കഴിഞ്ഞിട്ട് ഓഹോ അവന് ഇത് ഇഷ്ടപ്പെട്ടില്ലല്ലേ. ഇത് കഴിഞ്ഞിട്ട് എന്നെ കുറേ ആൾക്കാർ വാട്സപ്പിലും അതുപോലെ ഫേസ്ബുക്കിലും ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് ലക്കി ഭാസ്കർ പിടിച്ചില്ലല്ലടാ. ഞാൻ ചോദിച്ചു, ലക്കി ഭാസ്കറിൻ്റെ റിവ്യൂ നീ കണ്ടോ? ലക്കി ഭാസ്കറിൻ്റെ റിവ്യൂവിൽ നീ അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾ റിയാക്ട് ചെയ്ത് 1-2 കട്ടല്ലേ കണ്ടുള്ളൂ, നിങ്ങൾ ആ റിവ്യൂ ഫുള്ള് കണ്ടോ? റിവ്യൂ ഫുള്ള് കാണേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു, നീ റിവ്യൂ കണ്ടിട്ട് വേറെ ഡയലോഗ് അടിക്കാൻ പാ. അതായത് നമ്മളെ വിളിച്ചിട്ട് ഈ ഭയങ്കര ഡയലോഗാണ്. ഇവൻ റിവ്യൂ കണ്ടിട്ട് തിരിച്ച് വിളിക്കും, നീ ഫോൺ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ട് അവൻ എന്നെ ഇന്ന് വരെ തിരിച്ച് വിളിച്ചിട്ടില്ല. കാരണം അതിൻ്റെ റിവ്യൂ മുഴുവൻ കാണുന്ന ആളുകൾക്കറിയാം ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. പക്ഷേ ഇതിങ്ങനെയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മളിങ്ങനെ എയറിലാക്കി ആനന്ദം കണ്ടെത്തുക, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുക. ഇതിലെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ ഫേസ്ബുക്കിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അതിൽ വളരെ ജെനുവിനായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, കാശ് വാങ്ങി മാത്രം ഈ പണിയെടുക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ചില പ്രത്യേക താരങ്ങളുടെ വരുമ്പോഴേക്കും ഉഫും തീയും ഒക്കെ വരുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച്, അതായത് ഈ ജെനുവിൻ അല്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവരെക്കാൾ കൂടുതൽ സ്വീകാര്യത മറ്റാർക്കെങ്കിലും കിട്ടുന്നു. അല്ലെങ്കിൽ ജെനുവിനായി വേറൊരുത്തം പറയുന്നുണ്ട് നമുക്കിവിടെ കാശ് വാങ്ങിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇതുപോലെ എഴുതി തോപ്പിക്കാനും വീഡിയോ ഇട്ട് തോപ്പിക്കാനും ഒക്കെ ശ്രമിക്കും. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു എയറിൽ പോക്കായിരുന്നു. പക്ഷേ ആ എയറിൽ പോക്കിൽ ഞാൻ ബഹിരാകാശത്ത് നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ കണ്ടത് വലിയ വെളിവും ബോധമൊന്നും ഇല്ലാത്ത കുറേ ആളുകളുടെ കരച്ചിലും കൊരയൊക്കെ ആയിരുന്നു. അതിന് ഞാൻ ആ വിലയെ കൊടുത്തിട്ടുള്ളൂ. ഇനി മറ്റൊരു പ്രത്യേക തരം എയറിൽ പോക്കുണ്ട് കേട്ടോ. അത് ഭയങ്കര രസമാണ്. ആ ഒരു എയറിൽ പോക്ക് ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ളൊരു എയറിൽ പോക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടല്ലോ, താരങ്ങളും സംവിധായകരും വന്ന് ഒന്ന് കാണണേ പ്ലീസ് എന്ന് പറഞ്ഞ് ആക്ച്വലി ഇരക്കേണ്ടി വരുന്നൊരു ഗതികെട്ട പോസ്റ്റുകളൊക്കെ സംഭവിക്കുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ്, അതുപോലത്തെ പല ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ യൂട്യൂബിൽ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ ഫോട്ടോസൊക്കെ വെച്ചുകൊണ്ട് യവന്മാരുടെയൊക്കെ റിവ്യൂ അങ്ങനെയാണ്, ഇവനൊക്കെ ഞാൻ ഇത്രേ വില കൊടുക്കുന്നുള്ളൂ, ഇവനൊക്കെ അങ്ങനെയാണ്, ഇവനെയൊക്കെ ആര് മൈൻഡ് ചെയ്യുന്നു, ഈ രീതിയിലുള്ള ഒരുപാട് കഥയൊക്കെ എഴുതിക്കൊണ്ടുള്ള പോസ്റ്റൊക്കെ ആയിരിക്കും. നമ്മുടെയൊക്കെ മുഖം ഉണ്ടാവും, എൻ്റെ ഉണ്ടാവും, അശ്വിൻ ഗോക്കിൻ്റെ, ഷസാമിൻ്റെ ഒക്കെ ഉണ്ടാവും, സീക്രട്ട് ഏജൻറ്റ് ഉണ്ടാവും, വേറെ ഒരുപാട് ആളുകളുടെ ഫോട്ടോസ് അങ്ങനെ വരാറുണ്ട്. കമൻറ്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരിൽ ആരാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏറ്റവും മോശം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരുപാട് ഫൈറ്റും കാര്യങ്ങളും കാണാറുണ്ട്. നല്ല രസമുള്ള പരിപാടിയാണ്. പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നം എവിടെ ഇരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഗ്രൂപ്പുകൾ നിലകൊള്ളുന്നത് തന്നെ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ, ചർച്ച ചെയ്യാൻ എന്നൊക്കെയാണ്. പക്ഷേ ചർച്ചയൊന്നും നടക്കുന്നത്, സിനിമ ഇറങ്ങുന്ന സമയത്ത് ഈ സിനിമ സൂപ്പറാണ്, ഉഫ് തീ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുന്ന, റിവ്യൂ പോസ്റ്റുകൾ കൊണ്ട് ഒരു അമ്മാനമാടുന്ന ഗ്രൂപ്പുകളായിട്ടാണ് അല്ലെങ്കിൽ പേജുകളായിട്ടാണ് ഇതൊക്കെയും എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് അവിടെ സംഭവിക്കുന്നത് സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇവരൊക്കെ വന്ന് പറയുകയാണ്, അത് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ്. ഈ പോസ്റ്റ് ഇടുന്ന ആളുകളും ഓരോ സിനിമ ഇറങ്ങുന്ന സമയത്തും ഈ സിനിമ 100 കോടി 500 കോടി എന്ന് പറഞ്ഞ് തള്ളാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവരാണ്. അവരും ചെയ്യുന്നത് റിവ്യൂ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു സിനിമയെക്കുറിച്ച്. അവർക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് പോസിറ്റീവ് റിവ്യൂ തന്നെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ റിവ്യൂ ഇടുന്നൊരു ഗ്രൂപ്പിൽ, അതായത് സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുന്നൊരു ഗ്രൂപ്പിൽ, സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകൾ തന്നെ ചെന്നിടുന്ന പോസ്റ്റാണ് യൂട്യൂബിലിരുന്ന് കുറച്ച് പേര് അഭിപ്രായം പറയുന്നുണ്ട്, യവന്മാരുടെയൊക്കെ അഭിപ്രായങ്ങളാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങളുടെ വികാരം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളൊക്കെ കുറേ സ്ഥലത്ത് നിന്ന് പൈസ വാങ്ങിച്ച് ഈ സിനിമയെക്കുറിച്ച് പുഷ് ചെയ്ത് ഇതിനെ അങ്ങൊരു 100 കോടി ക്ലബ്ബിൽ കയറ്റിയേക്കാമെന്ന് പറഞ്ഞ് ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷേ വേറെ പല പ്ലാറ്റ്ഫോംസിലും ഇരുന്ന് ഒത്തിരി ആളുകൾ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അത് വളരെ സത്യസന്ധമായി സംഭവിക്കുമ്പോൾ നിങ്ങൾ ഈ കാശ് വാങ്ങി ചെയ്യുന്ന പുഷ് ഏക്കാതെ വരും. അതിൻ്റെ ഫ്രസ്ട്രേഷനോ അല്ലെങ്കിൽ നമ്മളൊക്കെ റിവ്യൂ ഇടുന്നുണ്ടോ പക്ഷേ നമ്മുടെ ഒന്നും റിവ്യൂ 3-4 ലൈക്കിനപ്പുറത്തേക്ക് വളരുന്നില്ല, അവന്മാരൊക്കെ കാശുണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്ന അസൂയയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തായാലും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഈ ലാസ്റ്റ് ഒരാഴ്ച മുമ്പ് ഞാനിങ്ങനെ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ റിവ്യൂവിന് 5.5 അവരിട്ടിരിക്കുന്ന റേറ്റിംഗ്. എനിക്കത് മതി. അതിൽ ചോദിച്ചൊരു ചോദ്യത്തിനുള്ള, അതിൽ മാത്രമല്ല ഒരു 3 മാസം കൂടുമ്പോൾ ഇത്തരം ഗ്രൂപ്പുകളിൽ പോസ്റ്റുകൾ വരാറുണ്ട് കേട്ടോ, ഈ യൂട്യൂബ് റിവ്യൂസ് പ്രശ്നക്കാരാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് അതിൽ വരാറുണ്ട്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനോട് ചേർത്ത് വെച്ചിട്ടാണ് മനുഷ്യന്മാരെ ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാറുള്ളത്. അതെല്ലാം പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുന്ന ഒരു ടാഗിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പറയുന്ന വിമർശനങ്ങളൊന്നും കേൾക്കേണ്ടെന്നാണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഫൈൻ, എനിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷേ റിവ്യൂ പറയാനുള്ള നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് ചോദിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പറയുന്ന ഒരു മറുപടിയാണ്,
നമ്മളൊരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ എത്തുന്ന സമയത്ത് ഞാൻ സ്റ്റേറ്റ് സിലബസ് ആണ് പഠിച്ചത്. CBSEയിൽ ഇങ്ങനെയുണ്ടോ എന്നെനിക്കറിയില്ല. ഞാൻ സ്റ്റേറ്റ് CBSE പഠിക്കുന്നത് എന്തോ വലിയ ഡിഫറൻസ് ഉണ്ടാക്കുന്ന കാര്യമാണെന്നൊന്നും വിചാരിക്കുന്നില്ല. ഒരുപാട് വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ടും വായിന്ന് വരുന്നതും കയ്യിൽ നിന്ന് പോകുന്നതൊക്കെ മഹാ വെളിവുകേടാണെങ്കിൽ വിദ്യാഭ്യാസത്തിനൊന്നും ഒരു വിലയില്ല. അപ്പോൾ ഞാൻ സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചത്. 6ാം ക്ലാസ് 7ാം ക്ലാസ് സമയമൊക്കെ ആകുമ്പോഴേക്കും ആസ്വാദനക്കുറിപ്പ്, നിരൂപണം, ഉപന്യാസം ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് എഴുതിക്കാറുണ്ട്. ഇപ്പോൾ ഒരു സിനിമയെക്കുറിച്ച് ചിലപ്പം സ്കൂളിൽ ആ സിനിമ ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരെയും കൂടി ഇരുത്തിയിട്ട് ആ സിനിമ കാണിച്ചു തരും. എന്നിട്ട് ആ സിനിമയുടെ ഒരു നിരൂപണം എഴുതാൻ പറയും. ഇതിങ്ങനെ കുട്ടികളോടൊരു സിനിമ കണ്ടിട്ട് നിരൂപണം എഴുതാൻ പറയുമ്പോൾ ഈ കുട്ടികളെ ഏത് ഫിലിം സ്കൂളിലെ അധ്യാപകനാണ് വന്ന് പഠിപ്പിക്കുന്നത്, ഏത് സംവിധായകനാണ്, ഏത് അഭിനേതാവാണ്, ഏത് തിരക്കഥാകൃത്താണ് ഈ കുട്ടിയെ ട്രെയിൻ ചെയ്യുന്നത് സിനിമാ നിരൂപണം എഴുതാൻ? നിരൂപണം എന്ന് പറയുന്നൊരു വാക്ക് അവിടെ കൊടുക്കുന്ന പോലെ ഒരു മഹാ തെറ്റല്ലേ? കാര്യം സിനിമ എന്ന് പറയുന്നതിനൊക്കെ നിരൂപണം ചെയ്യണമെങ്കിൽ ഭയങ്കരനായിരിക്കണം എന്നൊക്കെയാണ് ഇത്തരം പോസ്റ്റുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവനവൻ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, നമ്മളൊക്കെ ചെയ്യുമ്പോഴാണ് അവന് ബുദ്ധിമുട്ട്. അപ്പോൾ ഈ 6ലും 7ലും പഠിക്കുമ്പോൾ സിനിമാ നിരൂപണം എഴുതി തുടങ്ങിയ ആളാണ് ഞാൻ എഴുതിയ ആ സിനിമാ നിരൂപണത്തിനെ വിലയിരുത്തിയത് ഞങ്ങളെ മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകരാണ്. അവരും ഒരു ഫിലിം സ്കൂളിലും പോയി പഠിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. അതെന്തുകൊണ്ട് എഴുതാനുള്ള കോൺഫിഡൻസ് ഞങ്ങൾക്കും വിലയിരുത്താനുള്ള കോൺഫിഡൻസ് അധ്യാപകർക്കും കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയാണ്. അതിനെ വിലയിരുത്തുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് എന്തെങ്കിലും അടിത്തറ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു കുട്ടി അയാളുടെ ആസ്വാദന നിലവാരത്തിൽ ഊന്നി നിന്നുകൊണ്ട് ആ സിനിമയെ നല്ല രീതിയിൽ വിലയിരുത്തുകയും നല്ല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ അയാൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളെ പ്രകീർത്തിക്കുകയോ വിമർശിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന് അതിനെയും അംഗീകരിക്കണം എന്ന് പറയുന്നൊരു സാമാന്യ സെൻസിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. സിനിമ നിരൂപണം ചെയ്യാനുള്ള ക്വാളിഫിക്കേഷനൊക്കെ നമുക്ക് പണ്ടേ കിട്ടി. അതെനിക്ക് മാത്രമല്ല, അറ്റ്ലീസ്റ്റ് സ്കൂളിൽ പോയി പഠിച്ചിട്ടുള്ള എല്ലാവർക്കും ഉണ്ട്. പിന്നെ നമ്മളീ പറയുന്നത് ഭയങ്കര ആർട്ടിസ്റ്റിക് വാല്യൂ ഉണ്ടെന്ന് തള്ളി മറിക്കുന്ന, ലോക സിനിമയിൽ തന്നെ വൻ പരീക്ഷണങ്ങൾ നടത്തുന്ന എന്ന് പറയുന്ന സാധനങ്ങളൊന്നും അല്ലല്ലോ. നമ്മൾ കുറച്ച് കാശ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കാശ് വെച്ച് നാട്ടുകാർ മുഴുവൻ എൻജോയ് ചെയ്യുന്ന ഒരു പാട്ട് വേണം, ഒരു ഐറ്റം സോങ് വേണം, ഒരു ആക്ഷൻ വേണം, 2 സാധനം വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉരുട്ടിയെടുക്കുന്ന ഒരു സിനിമയെക്കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കുന്നത്. സ്റ്റിൽ അതിൻ്റെ അകത്ത് ആർട്ടിസ്റ്റിക് വാല്യൂ ഉണ്ട് കേട്ടോ, അതിനെ ഞാൻ പുച്ഛിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. പക്ഷേ കൊമേഴ്ഷ്യലി ആൾക്കാരെ രസിപ്പിക്കാൻ വേണ്ടി മാത്രം എന്നുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന, ഏതൊരു സാധാരണക്കാരനും എൻജോയ് ചെയ്യാൻ എന്ന് സിനിമാക്കാർ 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സിനിമയെ വിലയിരുത്താൻ ഒരു സാധാരണക്കാരനായി ഇരുന്നാൽ മതി. ആ ക്വാളിഫിക്കേഷൻ എനിക്കുണ്ട്. എനിക്ക് മാത്രമല്ല, യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇനി വേറെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ടാണെങ്കിലും സിനിമയെ നിരൂപണം ചെയ്യുന്ന, സിനിമയെ വിലയിരുത്തുന്ന ഏതൊരാൾക്കും അതിനുള്ള അവകാശമുണ്ട്. സൗകര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി, അല്ലെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടാൽ മതി. ഞാൻ വേറെ ഏതെങ്കിലും ഒരു റിവ്യൂ വായിച്ചിട്ട് അയ്യേ ഇവനൊക്കെ റിവ്യൂ വായിക്കാൻ എന്ത് അവകാശമാണുള്ളത്, അല്ലെങ്കിൽ റിവ്യൂ എഴുതാൻ എന്ത് അവകാശമാണുള്ളതെന്ന് ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. ഞാൻ അതിഗംഭീരമാണ് എന്ന് എനിക്ക് കണ്ട് വിലയിരുത്താൻ തോന്നിയിട്ടുള്ളൊരു സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കമൻറ്റ് ബോക്സിൽ വന്ന് ഇത്രയും മോശം സിനിമ എന്ന് കമൻറ്റ് ഇട്ട ആളുകളുണ്ട്. അതുപോലെ എനിക്ക് മോശമാണെന്ന് തോന്നിയ സിനിമകളെ ഇത്രയും ഗംഭീരമായ സിനിമയെ നിനക്ക് മനസ്സിലായിട്ടില്ലടാന്ന് ചോദിച്ച് കമൻറ്റ് ഇടുന്ന ആളുകളുണ്ട്. ഞാൻ അവരുടെയൊക്കെ ആസ്വാദന നിലവാരം എന്നേക്കാൾ കുറവെന്നോ കൂടുതലെന്നോ പ്രഖ്യാപിക്കാൻ പോയിട്ടില്ല. സിനിമ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണുക. അതിനനുസരിച്ച് അവർ മനസ്സിലാക്കിക്കോട്ടെ, അതിനങ്ങോട്ട് വിട്. പിന്നെ വ്യവസായത്തെ തകിടം മറിക്കുന്നു എന്ന് ഫേക്ക് അക്കൗണ്ടുകളിലൂടെ വന്ന് സിനിമയെക്കുറിച്ച് തള്ളി മറിക്കുന്ന വേറെ കുറേ ഐറ്റംസ് ഉണ്ട്. ആദ്യം നിങ്ങളൊക്കെ ഒന്ന് വെളിച്ചത്ത് വാ. നിങ്ങളൊക്കെ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നവരാണോ അല്ലയോ എന്നെങ്കിലും നാട്ടുകാർ മനസ്സിലാക്കട്ടെ. അല്ലാതെ നിങ്ങളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒളിച്ചിരുന്ന സിനിമാ വ്യവസായത്തിനെ അങ്ങനെ രക്ഷിക്കല്ലേ. പക്ഷേ ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇനിയും തുടരും കേട്ടോ. ഈ സിനിമ റിവ്യൂ ഇടുന്ന ഗ്രൂപ്പുകളിൽ, പേജുകളിൽ സിനിമ റിവ്യൂ ഇടുന്ന ആൾക്കാർ തന്നെ വന്ന് സിനിമയുടെ റിവ്യൂ പറയുന്നതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അതിനെ അളന്നുകൊണ്ടൊക്കെ വരും. മിനിമം യുക്തിയുടെ നിലവാരം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് സിനിമ റിവ്യൂ ചെയ്യുന്നതിൻ്റെ നിലവാരമല്ല കേട്ടോ, യുക്തി ഉണ്ടല്ലോ, കോമൺ സെൻസ്, അതിൻ്റെ നിലവാരം എന്ന് പറയുന്നത് വളരെ മോശമാണ്. ഇനി ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഏറ്റവും അവസാനം ബറോസിൻ്റെയൊക്കെ റിവ്യൂ ഇട്ടപ്പോഴും അതിൻ്റെ താഴെയും അതുപോലെ തന്നെ നമ്മുടെ ട്രെയിലർ റിയാക്ഷൻ ചാനലിൻ്റെ താഴെയും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന വളരെ ആവർത്തിച്ച് വരുന്നൊരു കമൻറ്റാണ് മാർക്കോയുടെ റിവ്യൂ എവിടെയെന്ന്. ഈ റിവ്യൂ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ ചിലരൊക്കെ പറയാറുണ്ട്, നിൻ്റെ റിവ്യൂ ഞാൻ അന്ന് മുതലേ കാണുന്നതാണ്, ഇപ്പം നീ ഇതിനോട് എന്താണ് ഒരു വൈമുഖ്യം കാണിക്കുന്നതെന്നൊക്കെ. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായി ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഉണ്ണിമുകുന്ദൻ ഭാഗമായിട്ടുള്ള സിനിമകളെക്കുറിച്ച് ഞാൻ സംസാരിക്കില്ല, അല്ലെങ്കിൽ അത്തരം സിനിമകൾ ഞാൻ കാണില്ല എന്ന് തീരുമാനമെടുത്തതെന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സൗകര്യമുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കാണില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം ഞാൻ കൃത്യമായി ബോധിപ്പിച്ചിട്ടുണ്ട്. മേപ്പടിയാൻ എന്ന് പറയുന്ന സിനിമ വരുന്നു. ആ സിനിമയെ വിമർശിച്ചുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അതിലെ വിമർശിക്കേണ്ട 1-2 ഘടകങ്ങളെ പറഞ്ഞു. സിനിമ മോശമാണ്, കച്ചറയാണ്, കാണാൻ പോരുന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആ സിനിമയിൽ സേവാഭാരതിയുടെ ആംബുലൻസ് കാണിക്കുന്നത് പ്രശ്നമാണെന്ന് ഞാൻ എൻ്റെ റിവ്യൂവിൽ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ട്രെയിലർ ഡീകോഡിങ് ചെയ്തത് ഇപ്പോഴും ചാനലിൽ കിടപ്പുണ്ട്, അവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല സേവാഭാരതിയുടെ ആംബുലൻസ് കാണിച്ചതോ അല്ലെങ്കിൽ ഉണ്ണിമുകുന്ദൻ ആരാണ് ഫണ്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കണമെന്നോ എന്നൊന്നും ഞാൻ എവിടെയും പോയി പറഞ്ഞിട്ടില്ല. ആ റിവ്യൂ പ്രൈവറ്റാക്കി ഇട്ടിരിക്കുന്നത്, ഇതിൻ്റെ ഒരു സംഭവം പറയാനാണെങ്കിൽ മേപ്പടിയാൻ്റെ റിവ്യൂ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്നെ വിളിച്ച് ഉണ്ണിമുകുന്ദൻ തന്നെ നേരിട്ട് വിളിച്ചിട്ട് ആ സിനിമയുടെ റിവ്യൂ നിങ്ങൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് എന്നെ പോട്ടെ എന്ന് വെച്ചു.
അത് കഴിഞ്ഞ് ഒരു 6 മാസത്തിന് ശേഷമോ മറ്റോ ആണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനം ഏതാണ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നൊക്കെ നേരെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വിളിച്ചിട്ട് ഞാൻ മേപ്പടിയാൻ്റെ റിവ്യൂ റിമൂവ് ചെയ്യണം, എന്നിട്ട് ഞാൻ മാപ്പ് പറഞ്ഞൊരു പോസ്റ്റ് ഇടണം. അതായത് ആ റിവ്യൂവിൽ പറഞ്ഞത് മുഴുവൻ തെറ്റാണ്, എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഞാൻ മാപ്പ് പറഞ്ഞൊരു പോസ്റ്റ് ഇടണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ കമ്പനിക്കെതിരെ ലീഗലി പോകുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ വന്നത്. ഞാൻ എൻ്റെ മാനേജറോട് പറഞ്ഞത്, ഞാൻ ഇപ്പോഴും പറയുകയാണ്, എൻ്റെ കഴുത്തറുത്ത് ഇവിടെ ഇട്ടാലും ഞാൻ മാപ്പ് പറയാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ മാപ്പ് പറയാൻ മാത്രമുള്ളൊരു തെറ്റ് എൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. എന്തായാലും അവരത് കുറച്ച് കോംപ്ലിമെൻറ്റ്സ് ആക്കുകയും വീഡിയോ തൽക്കാലം റിമൂവ് ചെയ്യണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിച്ചു. 6 മാസം കഴിഞ്ഞു, ആ സിനിമയുടെ റിവ്യൂ ഒന്നും പിന്നെ ആരും കാണാൻ പോകുന്നില്ല എന്ന് എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ബട്ട് സ്റ്റിൽ സിനിമ ഇറങ്ങി 6 മാസത്തിന് ശേഷം ഒരവസരം കിട്ടുമ്പോൾ പോലും എങ്ങനെയെങ്കിലും അവൻ്റെ റിവ്യൂ തൂക്കണം, അവനെ കൊണ്ട് മാപ്പ് പറയിക്കണം എന്ന് പറയുന്ന ഗ്രഡ്ജൊക്കെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ടോക്സിക്കാണ്. അത് വളരെ വളർച്ച മുരടിച്ചതിൻ്റെ ലക്ഷണമാണ് എന്നൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മേപ്പടിയാൻ്റെ റിവ്യൂ പബ്ലിഷ് ചെയ്തോട്ടെ എന്ന് ഉണ്ണിമൂന്തൻ്റെയോ ആ പ്രൊഡക്ഷൻ ഹൗസിൻ്റെയോ ഭാഗത്തുനിന്ന് ഇൻറ്റിമേഷൻ കിട്ടുന്നത് വരെ ആ റിവ്യൂ ഞാൻ പബ്ലിക് ആക്കില്ല. അത് പബ്ലിക് ആക്കിയതിന് ശേഷം ഉണ്ണിമൂന്തൻ ഭാഗമായിട്ടുള്ള സിനിമകൾ ഞാൻ കാണും. ഇപ്പോൾ മാളികപ്പുറം വന്നു, അതിനുശേഷം ഷഫീഖിൻ്റെ സന്തോഷം തോന്നുന്നു, അങ്ങനെ ഒരു സിനിമ വന്നു. ഈ സിനിമകളൊക്കെ ഇറങ്ങി കുറച്ച് ദിവസത്തിന് ശേഷം ഇതിലൊരു സിനിമയുടെ സംവിധായകനെ ഞാൻ ഡെക്കാത്തലോണിൽ വെച്ച് കാണുകയും അദ്ദേഹം എന്നോട് പേഴ്സണലി ചോദിച്ചു, ഉണ്ണി നിങ്ങൾ റിവ്യൂ ഒന്നും ഇടണ്ട, നിങ്ങൾ അതൊന്നും ചെയ്യണ്ട, നിങ്ങൾ പറയുന്നതിനൊക്കെ എനിക്ക് മനസ്സിലാവുന്നു, നിങ്ങളുടെ വികാരവും നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടും എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എൻ്റെ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്ക് പേഴ്സണലി എന്നോടൊന്ന് പറയണം എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. വളരെ സ്നേഹത്തിൽ വളരെ കാര്യമായിട്ട് ഷെയ്ക്കാനൊക്കെ തന്ന് സംസാരിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത്, സോറി ബ്രോ, നിങ്ങൾ ഇനിയും ഗംഭീര സിനിമകളായിട്ട് വരും, ആ സിനിമ എനിക്ക് കാണാൻ തോന്നുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത്. അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. മാർക്കോ എന്ന് പറയുന്ന സിനിമ കാണാൻ എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ മേപ്പടിയാൻ്റെ റിവ്യൂ ഇട്ടിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? 2-3 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. ഉണ്ണിമൂന്തൻ മറുനാടൻ മലയാളിയിൽ പറ്റിയ ചാനലാട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് ആ ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ട്, സിനിമ ഇറങ്ങി മേപ്പടിയാൻ ഇറങ്ങി 3-ാം മണിക്കൂറിൽ ഒരു റിവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ആ റിവ്യൂവിൽ സിനിമയുടെ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുന്നു. എൻ്റെ അറിവിൽ പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത്. ഓഫീസിൽ വിളിച്ച് അവർ വർത്തമാനം പറഞ്ഞപ്പോഴും പറഞ്ഞത് അത് തന്നെയായിരുന്നു. ഞാൻ ആ സിനിമയുടെ പൊളിറ്റിക്സ് പറഞ്ഞതിന് ശേഷമാണ് ആ സിനിമയുടെ പൊളിറ്റിക്സിനെ വിമർശിച്ചുകൊണ്ട് വേറെ യൂട്യൂബേഴ്സും വരാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ അതൊന്നും ആരും ശ്രദ്ധിക്കില്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് അന്ന് സംസാരിച്ചതെന്ന് എൻ്റെ മാനേജർ എന്നോട് പറഞ്ഞു. അത് എത്രത്തോളം ശരിയാണ് എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ കേട്ടത് ഇങ്ങനെയാണ്. എന്തായാലും ആ ഇൻ്റർവ്യൂവിൽ ഉണ്ണിമൂന്തൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, സേവാഭാരതിയുടെ ആംബുലൻസ് കാണിച്ചത് ഒരു വിഷയമായി റിവ്യൂവിൽ പറഞ്ഞു. ഞാൻ എൻ്റെ റിവ്യൂവിൽ പറഞ്ഞിട്ടില്ല. ആ റിവ്യൂ പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുന്നിടത്തോളം ആ റിവ്യൂവിനെ കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ഈ നോണ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോഴേ അതൊരു സത്യമാണെന്ന് കുറേ ആളുകൾക്ക് ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ റിവ്യൂവിൽ ഞാൻ സേവാഭാരതിയുടെ അല്ല, ഏത് സംഘടനയുടെ ആംബുലൻസ് കാണിച്ചാലും ഞാൻ അതിനെ ആംബുലൻസ് ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടുന്നൊരു വണ്ടിയാണ് ആംബുലൻസ്. അത് ഓടിക്കുന്ന ഡ്രൈവറിന് അതിനകത്ത് കിടക്കുന്ന ആൾക്കാരുടെ ജീവനെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും കൺസേൺ ഉണ്ട്. അത് അങ്ങനെ ഒരു വണ്ടിയാണ്. അതിൽ സേവാഭാരതി എന്ന് എഴുതിയാലും DYFI എന്ന് എഴുതി കഴിഞ്ഞാലും അതിനൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ അഭിനയിക്കുന്ന ആൾക്കാരുടെ പൊളിറ്റിക്സ് നോക്കിയിട്ടോ സംവിധായകൻ്റെയോ തിരക്കഥാകൃത്തിൻ്റെയോ പൊളിറ്റിക്സ് നോക്കിയിട്ടല്ല നമ്മൾ സിനിമയെ വിലയിരുത്തുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപി സംഖ്യയാണ് എന്നുള്ളത് എൻ്റെ ഒരു വിഷയമാണോ? രമേഷ് പിഷാരടി കൊങ്ങയാണ് എന്നുള്ളത് എനിക്കൊരു വിഷയമേ അല്ല. മുകേഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് പുള്ളി മറ്റേ കൊടിയൊക്കെ പിടിച്ച് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ആരോപണം വന്ന സമയത്ത്. ആ സമയത്ത് നമ്മൾ മുകേഷിനെ വിമർശിക്കുകയുള്ളൂ, അല്ലാതെ അയാളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എൻ്റെ വിഷയമൊന്നുമല്ല. 17-ാം വയസ്സിൽ SFIയിൽ തുടങ്ങിയതാണെന്നൊക്കെ പറഞ്ഞ്, അല്ല അങ്ങനെയാണോ പറഞ്ഞത്? ഏതൊരു വർഷമൊക്കെ വെച്ച് SFIയിൽ തുടങ്ങിയതാണെന്ന് പറഞ്ഞ് മാടമ്പിത്തരം പറഞ്ഞ രഞ്ജിത്തിനെ നമുക്ക് വെറുതെ വിടാൻ പറ്റില്ല. നമുക്ക് വിമർശിക്കാനുള്ളതിനെ നമ്മൾ വിമർശിക്കും. അത് ഇന്ന പാർട്ടിയാണ് അത് ആയതുകൊണ്ട് മാത്രം വിമർശിക്കുന്നു എന്നൊന്നുമില്ല. ഉണ്ണിമൂന്തൻ സംഖ്യയാണെങ്കിലും കമ്മിയാണെങ്കിലും കൊങ്ങിയാണെങ്കിലും ഇതൊന്നുമല്ലാത്ത കറതീർന്നൊരു രാജ്യസ്നേഹി മാത്രമാണെങ്കിലും അതെൻ്റെ വിഷയമല്ല. എൻ്റെ വിഷയം സിനിമയാണ്. സിനിമയ്ക്കുള്ളിൽ സംസാരിക്കുന്ന പൊളിറ്റിക്സ് ആണ്. അവിടെ സേവാഭാരതിയുടെ ആംബുലൻസ് കാണിച്ചത് എനിക്കൊരു വിഷയമൊന്നുമല്ല. ഇപ്പോൾ നിരോധിക്കപ്പെട്ട സംഘടന അൽഖ്വയ്ദയുടെ ആംബുലൻസ് നിങ്ങൾ കാണിച്ചാൽ ഞാൻ ചോദിക്കും, ആ ആംബുലൻസ് ഇന്ത്യയിൽ ഓടാൻ പാടില്ലാത്തതാണല്ലോ, അങ്ങനെ ഒരു മുദ്ര ഉപയോഗിക്കാൻ പാടില്ലാത്തതാണല്ലോ എന്ന് ചോദിക്കും. സേവാഭാരതിയുടെ ആംബുലൻസിന് ഇവിടെ ഒരു നിയന്ത്രണമില്ല. അവർ ഓടിക്കോട്ടെ, അവർ രക്ഷിച്ചോട്ടെ, മനുഷ്യന്മാരെ രക്ഷിക്കേണ്ട കാര്യമല്ലേ. അത് കഴിഞ്ഞ് ആ സിനിമയുടെ ഫണ്ട് വന്നതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എൻ്റെ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ ഉണ്ണിമൂന്തന് സാധിക്കും എന്ന് പറയുന്നൊരു ഘട്ടം എനിക്ക് ഫീൽ ചെയ്യട്ടെ. അതല്ലെങ്കിൽ മേപ്പടിയാൻ്റെ റിവ്യൂ പബ്ലിക് ആക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മറ്റു സിനിമകളും കണ്ടതിന് ശേഷം നമുക്ക് മാർക്കോയെക്കുറിച്ച് സംസാരിക്കാം. പിന്നെ ഉണ്ണിമൂന്തൻ വളരുന്നു എന്നുള്ളത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണോ? ഒരാൾ മെനക്കെട്ട് വന്ന് പണിയെടുത്തിട്ട് രക്ഷപ്പെടണമല്ലേ. ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ എപ്പോഴും പറഞ്ഞെന്ന് തോന്നുന്നു, ഒരാൾ പണിയെടുത്ത് കഷ്ടപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടണം. അതൊക്കെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. നമ്മളൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, എന്തെങ്കിലും നമ്മൾ രക്ഷപ്പെടും എന്ന് വിചാരിച്ചിട്ടല്ലേ. അപ്പോൾ
മറ്റുള്ളവനും പണിയെടുക്കുന്ന കാണുമ്പോൾ അവൻ രക്ഷപ്പെടണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കേണ്ടത്. ഞാനും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ്. അയാൾ ഒരുപാട് റിസ്ക് എടുക്കുന്ന ആളാണ്. അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് മെനക്കെട്ട് ഒരാൾ മുന്നോട്ട് വരുമ്പോൾ അയാൾ രക്ഷപ്പെടട്ടെ. മാർക്കോ 100 കോടി ക്ലബ്ബിൽ കയറട്ടെ. ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഏതാണ്ട് 30 കോടി ബഡ്ജറ്റ് എന്താണ് വിക്കിപീഡിയയിലോ മറ്റോ കണ്ടത്. 30 കോടി മുടക്കിയിട്ടുള്ള ഒരു സിനിമ ലാഭത്തിലാവണമെങ്കിൽ, വലിയൊരു വിജയചിത്രമാണെങ്കിൽ 100 കോടി കടന്നേ പറ്റൂ. അപ്പോൾ ആ 100 കോടി ക്രോസ് ചെയ്യട്ടെ. ഇന്ത്യ മുഴുവൻ ആഘോഷിക്കട്ടെ, ഇന്ത്യക്ക് പുറത്തും ആഘോഷിക്കട്ടെ. ഉണ്ണി മുകുന്ദൻ പാൻ ഇന്ത്യയോ പാൻ ഇൻ്റർനാഷണലോ ആവട്ടെ. നമുക്ക് സന്തോഷം അഭിമാനമുള്ളൊരു കാര്യമല്ലേ. അയാളുടെ സിനിമകളെക്കുറിച്ച് ഞാൻ മോശം പറയുന്നില്ല. ഇനി സിനിമ കണ്ടിട്ട് ചിലപ്പോൾ വിമർശിക്കേണ്ടി വന്നേക്കാം. സിനിമ അങ്ങനെയാണ്. അപ്പോൾ ആ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റും എന്നൊരവസ്ഥ അദ്ദേഹത്തിനുണ്ട് എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കും. ഇപ്പോൾ മാർക്കോയുടെ റിവ്യൂ ഇടുമോ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ബോക്സിൽ വരുന്നവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്നെ ചൊറിയുക എന്നുള്ളതാണ്. അത്യാവശ്യം എനിക്ക് ചൊറിയുന്നുണ്ട്, പക്ഷേ തൽക്കാലം അവിടെ മാന്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ചാൽ 2024 എന്നെ ചൊറിഞ്ഞ സംഭവങ്ങളും എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്നുള്ളതാണ്. ഇതിൽ ചിലതൊക്കെ ഞാൻ എയറിൽ പോയിട്ടുള്ളതാണ്. എയറിൽ പോയ ഘട്ടങ്ങളിൽ ഇപ്പം ഡ്രൈവർ ചേട്ടൻ എന്നൊക്കെ പറഞ്ഞത് അതിലെവിടെയൊക്കെ ഒരു ന്യായമുണ്ട് എയറിൽ പോയതിൽ. പക്ഷേ എനിക്ക് എൻ്റേതായിട്ടുള്ള കാരണങ്ങൾ അതിൽ പറയാനുണ്ട്, അതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഇതും കൂടി അങ്ങ് ചേർത്ത് വെച്ചു എന്നേ ഉള്ളൂ. മാർക്കോ എന്നല്ല, മേപ്പടിയാൻ്റെ റിവ്യൂ പബ്ലിക് ആയിക്കോട്ടെ. അതിൻ്റെ പുറത്ത് മറ്റേ ഫേക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ അല്ലെങ്കിൽ 3 കൊല്ലം മുമ്പ് ഈ പ്രശ്നം ഉണ്ടായതിനെ തുടർന്ന് ഞാൻ രാജിവെച്ച കമ്പനിക്കെതിരെ ലീഗലി മൂവ് ചെയ്യാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്നോ അവരുടെ പ്രൊഡക്ഷൻ ഹൗസ് പറയട്ടെ. അപ്പോൾ ഞാൻ ആ വീഡിയോ പബ്ലിക് ആക്കാം. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. അല്ലാതെ 3 വർഷം മുമ്പ് പ്രൈവറ്റാക്കി വെച്ചിരിക്കുന്ന ഒരു വീഡിയോയിൽ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് നുണ പറയുക എന്നൊക്കെ പറയുന്നത് അത്ര നല്ല രീതിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതൊക്കെ തെറ്റിദ്ധാരണയും കൂടി ആയിരിക്കും കേട്ടോ. നേരത്തെ നമ്മുടെ ബാഡ് ബോയ്സിൻ്റെ പ്രൊഡ്യൂസർ വിളിച്ചതുപോലെ പുള്ളിക്ക് അവിടുന്ന് ഇവിടുന്നുള്ള കുറച്ച് അറിവുകൾ വെച്ചാണ് സംസാരിക്കുന്നത്. ആ സമയത്ത് സേവാഭാരതി ആംബുലൻസിനെ കാണിച്ചതിനെക്കുറിച്ച് ഒരുപാട് ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് വായിച്ചതും എൻ്റെ വീഡിയോ കണ്ടതും എല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് പുള്ളിക്ക് അങ്ങനെ തോന്നുമായിരിക്കാം. എനിവേ, അതൊരു തെറ്റിദ്ധാരണയാണെങ്കിൽ ശരിയായ ധാരണകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് തെറ്റിദ്ധാരണയുള്ള ആളുടെ ഉത്തരവാദിത്വമാണ്. എനിക്കത് ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് 2024 സംഭവിച്ചതുപോലെ ഉണ്ണി മുകുന്ദൻ അടക്കം മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെയും മറ്റ് ഫിലിം ഇൻഡസ്ട്രികളുടെയും മറ്റെല്ലാ മേഖലയുടെയും ഒക്കെ ഭാഗമായിരിക്കുന്ന എല്ലാവർക്കും സക്സസ് സംഭവിക്കട്ടെ. 2025 എനിക്കും നിങ്ങൾക്കുമൊക്കെ അതിഗംഭീരമായൊരു വർഷമായി മാറട്ടെ എന്ന ആശംസകളോടെ, പ്രതീക്ഷയോടെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.